ഇന്നത്തെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികൾക്ക് നേരെയൊക്കെ ഈ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒപ്രസീവായിട്ടുള്ള സമീപനം നമ്മൾ കണ്ടു. അപ്പോൾ അത് തിരഞ്ഞെടുപ്പിൽ വലിയൊരു അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് മൊത്തത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ ഉപയോഗിച്ചിട്ടായാലും അല്ലെങ്കിൽ ചില കോടതി വിധികളായാലും അങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു വൈരുദ്ധ്യത്തിലാണ് മൊത്തം ഇന്ത്യൻ രാഷ്ട്രീയത്തെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിന് വളരെ സഹായകമായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളും മുഖ്യധാര ദേശീയത മാധ്യമങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റിസൾട്ടിനെ എങ്ങനെ നോക്കിക്കാണുന്നു? മൃദുല പറയുന്ന ഒരു കാര്യം പ്രധാനപ്പെട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനങ്ങളും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓരോ ചരിത്ര സാഹചര്യങ്ങളും പല രാഷ്ട്രീയ പാർട്ടികളും അവിടെയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ വളരെ ഏകീകൃതമായ രീതിയിൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിക്ക് അത്തരമൊരു ഏകീകൃത സ്വഭാവം ഉണ്ടാകാത്തൊരു പാർട്ടിയായിരുന്നു. പക്ഷേ അതല്ല, നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട അജണ്ട ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ വെക്കാൻ ഉദ്ദേശിച്ച മോഡി സർക്കാരിൻ്റെ അജണ്ട എന്ന് പറയുന്നത് തന്നെ വൺ നേഷൻ വൺ ഇലക്ഷനാണ്. അതായത് സംസ്ഥാന സർക്കാരുകളെ തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് ഇലക്ഷനിലേക്ക് പോകുന്നൊരു സാധ്യത പോലും സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരു തരത്തിൽ മറ്റു തരത്തിൽ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളും അതാത് സംസ്ഥാനങ്ങളിൽ ആ പ്രാദേശിക ചരിത്ര സാഹചര്യം വരുന്ന പാർട്ടികളൊക്കെ തന്നെ ഒരു തരത്തിൽ വളരെ ഭീഷണി നേരിടുന്നതായിരുന്നു. അപ്പോൾ ആ റെസിസ്റ്റൻസ് അവിടെയുണ്ട്. പിന്നെ മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലം വരുന്നവരാണ്. അവർക്ക് അവരുടേതായ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അവർ നടത്തുന്ന ആ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾ നടത്തുന്ന പ്രത്യേക സംവേദനം ഉണ്ട്. അവരുടേതായ കാഴ്ചപ്പാടിന് അവരുടേതായ അജണ്ടയുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ മറികടക്കുന്ന ഒരു തരത്തിലുള്ളൊരു സംവിധാനമാണ് മോഡി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. മാത്രമല്ല, നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, പല പ്രാദേശിക സർക്കാരുകളെ ആ നിലയ്ക്ക് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഗവർണർമാരെ ഉപയോഗിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ അത് വളരെ കൃത്യമായിരുന്നു. അതാണ് ഒരു പക്ഷേ ആദ്യകാലത്ത് BJPയുടെ അലയായിരുന്ന ശിവസേന തികച്ചും വ്യത്യസ്തമായ രാഷ്ട്രീയ ദിശയിലേക്ക് തന്നെ പോകാനുള്ളൊരു കാരണം ഏറെക്കുറെ ഈ BJPയുടെ ഈ തരത്തിലുള്ള നിലപാടുകളായിരുന്നു. പിന്നെ അതിനെ വിഭജിച്ചു. അപ്പോൾ ഇതിനെന്നുള്ളൊരു ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ജനാധിപത്യപരമായ പ്രതിരോധം എല്ലാ സംസ്ഥാനങ്ങളും ഉയർന്നു വന്നിരുന്നു. അത് നമ്മൾ കാണുന്നത് പ്രധാനമായിട്ട് UPയിലുണ്ടായിരുന്നു, ബീഹാറിലുണ്ടായിരുന്നു, ബംഗാളിലുണ്ടായിരുന്നു, മഹാരാഷ്ട്രയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ തീർത്തും ഇപ്പോൾ ഇവിടെ ഒറീസയിൽ ഒരു ഒരു പക്ഷേ BJPയായിട്ട് ഏറെക്കുറെ അടുപ്പം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടാണ് BJDക്കെതിരെ ശക്തമായിട്ട് അവർ ഏതാണ്ട് അലയുടെ സ്വഭാവമുള്ള ഒരു സഖ്യകക്ഷി സ്വഭാവമുള്ള BJDക്കെതിരെ ശക്തമായിട്ട് മോഡി പ്രതികരിക്കും. ഇപ്പോൾ ഒരു ഇലക്ഷൻ തോൽപ്പിച്ചു ചെയ്ത്. പക്ഷെ എന്നാൽ അത്തരം ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ നിന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള പ്രാദേശിക പാർട്ടികൾ അവിടെ സംസ്ഥാനങ്ങളിൽ വേരുടെ രാഷ്ട്രീയ പാർട്ടി ഇതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു. അത് ഇലക്ഷൻ ഒട്ടുമ്പോൾ അവർ മുൻ ആ ഒരു പ്രതിരോധത്തിലേക്ക് വന്നു. പ്രത്യേകിച്ച് നമ്മൾ നോക്കാൻ തൃണമൂൽ കോൺഗ്രസ് ആ പ്രതിരോധ ശക്തി ഉയർത്തിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് എങ്ങനെയും അടിപതറിപ്പിക്കാനുള്ള പല പരിപാടികളും നടത്തിയിരുന്നു. ആ നിലയ്ക്ക് സന്ദേശ് കാലി പോലെ അതൊരു ഗൗരവമായ വിഷയത്തിൻ്റെ അകത്തില്ല പറയുന്നത്. സന്ദേശ് കാലി പോലെ വിഷയം ഉണ്ടായിരുന്നു. അവിടുത്തെ ഗവർണർക്കെതിരെ മമത പ്രശ്നം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യം. അതുപോലെ നമുക്ക് ശിവസേനയെ ബന്ധപ്പെട്ട നമുക്കറിയാം. അതുപോലെ തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന തയ്യാറായ പ്രാദേശിക സഖ്യകക്ഷികളുമായിട്ട് ഒരു തരത്തിൽ ബന്ധം സ്ഥാപിക്കാനും അത്യന്തികമായി വിഴുങ്ങാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെതിരെ പ്രതിരോധം ഈ പറയുന്ന സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി. അതിൻ്റെ റിസൾട്ടും കൂടി ഇതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ ദേശീയ റിസൾട്ട് എന്ന് പറയുന്ന ആ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടുകളുടെയും ഭരണഘടനാ പ്രതിബദ്ധതയുടെയും അവർ പുലർത്തുന്ന സാമൂഹിക രാഷ്ട്രീയത്തിൻ്റെയൊക്കെ നിലപാടാണ്. ഇത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ സാമൂഹിക നീതി രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികളാണ് SP ആണെങ്കിലും RJDയും. അവരുടെ ആ നിലപാടുകൾ അവർ ഈ ഇലക്ഷൻ സമയത്ത് ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊക്കെ തന്നെ വികൃതമായ രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ പല രീതിയിലും ഈ സംവരണത്തെക്കുറിച്ചുള്ള നിലപാടുകളൊക്കെ വികൃതമായ രീതിയിൽ, അതായത് OBC SC/ST സംവരണം പിടിച്ചു വാങ്ങി മുസ്ലിം സംവരണമാക്കി മാറ്റുക തുടങ്ങിയിട്ടുള്ള രീതിയിൽ ആക്രമണോത്സവമായിട്ടാണ് ഇവരെ നേരിട്ടത്. അപ്പോൾ ഇതിനൊക്കെ പ്രതിരോധം ഉയർത്താനുള്ളൊരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ശക്തമായ പ്രതിരോധ ഉയർത്തിൻ്റെ റിസൾട്ടും കൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ബ്ലോക്ക് തന്നെ. അതുകൊണ്ടാണ് അതിൻ്റെ അവരുടെ എനിക്ക് തോന്നുന്നു ആ ഇന്ത്യ എന്നുള്ള പേരിൽ തന്നെ ആ ഇൻക്ലൂസീവ്നെസ് ഇതും കൂടി അസർഷനായിട്ടാണ് ഈ പ്രാദേശികത. ഇന്ത്യ എന്നുള്ളത് മോദി പറയുന്നത് അല്ലെങ്കിൽ NDA പറയുന്നത് ഇന്ത്യ അലയൻസ് എന്നാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് റിസൾട്ട് വരുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയേണ്ടി വരുമ്പോൾ അത് ഈക്വൽസ് ടു ഇന്ത്യ എന്ന യൂണിയൻ അതാവരുത് എന്ന് പറയുന്നുണ്ട് ഒരു പോയിന്റില്. അതുകൊണ്ട് ഞാൻ ഇന്ത്യ അലയൻസ് എന്ന് മാത്രമേ പറയൂന്ന് ഒരു തവണ പറഞ്ഞിട്ടുണ്ട് മോദി. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ സംവരണം എന്നുള്ളൊരു വിഷയം
വളരെ ഡിവിസീവായിട്ട് ഉപയോഗിച്ച ഒരു ഇലക്ഷൻ കൂടിയാണ്. ക്യാമ്പയിന് വേണ്ടി വളരെ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അപ്പീസ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പല പുതിയ ഹെയ്റ്റ് തീമുകളാണ് ഇവരുടെ സ്പീച്ചിൽ പ്രസംഗങ്ങളിൽ മൊത്തം പ്രചരണത്തിന്റെ സമയത്തും വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഇത് തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ അധികം പ്രതിഫലിച്ചിട്ടില്ല എന്ന് നമ്മൾ കാണുമെങ്കിലും ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം എന്തായിരിക്കും? തെരഞ്ഞെടുപ്പ് റിസൾട്ട് പൂർണ്ണമായും പ്രതിഫലിച്ചില്ല എന്ന് ശരിയാ. തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന് മുമ്പ് ഇല്ലാത്ത കോൺഗ്രസ് അങ്ങനെ സാമൂഹിക രാഷ്ട്രീയ ഒരു ദേശീയ പ്രസ്ഥാനമല്ല, ദേശീയ പാർട്ടിയല്ല. പക്ഷേ വളരെ വ്യത്യസ്തമായ രാഹുൽ ഗാന്ധി ഈ ഒരു സാമൂഹ്യ നീത പ്രശ്നം ഗൗരവമായിട്ട് ഉയർത്തുകയും അത് രണ്ട് തരത്തിൽ, ഒന്ന് ഈ ജാതീയമായിട്ടുള്ള സാമൂഹ്യ സർവേ, രണ്ട് സംവരണത്തെക്കുറിച്ചുള്ള നിലപാടുകൾ, പിന്നെ ഇൻഹെറിറ്റൻസ് വെൽത്ത് ടാക്സ് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിൽ ആ പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് ഉന്നയിക്കാൻ സാധാരണ കോൺഗ്രസ് നേതാക്കൾ ആ നിലയ്ക്ക് ഇത് ഉന്നയിക്കാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്ന സ്ഥലത്ത് അത് വ്യക്തമായി തന്നെ ആ കാര്യം രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിച്ചിരുന്നു, ജാതീയമായിട്ടുള്ള അസമത്വം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ സാമൂഹിക രാഷ്ട്രീയം കോൺഗ്രസും ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ അലയൻസും അവർ ഉന്നയിക്കും ഗൗരവം ഉന്നയിച്ച് അത് നാഷണൽ അജണ്ടയാക്കി മാറ്റണം. അപ്പോൾ ആ നിലയിൽ അതിന് വലിയൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. കാരണം തിരിച്ചടിയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് പഴയ അവസ്ഥയിൽ പോകണമെങ്കിൽ അത് തിരിച്ചടി എന്ന് പറയാൻ പറ്റും. പക്ഷെ അതിന് ശ്രദ്ധ കിട്ടിയിട്ടുണ്ട് ഇവരുടെ ആർഗ്യുമെന്റിന്. അത് മാത്രമാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കാര്യം. എനിക്ക് തോന്നുന്നൊരു കാര്യം, പൊതുവിൽ പറഞ്ഞു കേട്ടുള്ള കാര്യം, BJPക്ക് 400 സീറ്റിൽ കൂടുതൽ സീറ്റ് ലഭ്യമാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഭരണഘടന തിരുത്തിയെഴുതുന്ന ഒരു സാധ്യത ഒരുക്കും എന്നുള്ള വിമർശനം ഉയർത്തുകയും ഭരണഘടന തിരുത്തിയെഴുതാണെങ്കിൽ സംവരണം പോലുള്ള അതിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ തിരുത്തിയെഴുതപ്പെടുന്നത് വലിയ തോതിൽ പിന്നാക്ക വിഭാഗത്തെ സംബന്ധിച്ചോളം വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. അപ്പം അതിനെതിരെയുള്ള ശക്തമായ പ്രതികരണം കൂടി UP തെരഞ്ഞെടുപ്പ് കാണാൻ പറ്റും. നമ്മുടെ റീഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം അതൊരു വലിയ പ്രശ്നമാണ്. കാര്യം സംവരണത്തിൽ തൊട്ട് കളിക്കുക എന്ന് പറയുന്ന സംബന്ധിച്ചുള്ളത് അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സാമൂഹിക രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് ഉന്നയിക്കണം. പക്ഷേ സാമൂഹിക രാഷ്ട്രീയത്തെ ഏറ്റവും പരിഹാസ്യമായതിൽ വികൃതമാക്കിയിട്ടാണ് നരേന്ദ്രമോദി ഉടനീളം ക്യാമ്പയിനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന്, ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് വിളിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒരു പശുവിൻ്റെ 2 പശുവിൻ്റെ ഒരു പശു എടുത്തും താലിമാല പിടിച്ചു പറിച്ചു കൊണ്ടുപോകും തുടങ്ങി. അതുപോലെ മുസ്ലിം സംവരണമായിട്ട് എല്ലാ സംവരണം മാറ്റും തുടങ്ങിയ തരത്തിലൊരു വിദ്വേഷജനകമായ വിഭാഗീയമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചത് തീർച്ചയായിട്ടും അതിനെ ഒരു തിരിച്ചടി ഇലക്ഷനിൽ കാണാൻ സാധിക്കും. അത് തിരിച്ചടി ഇലക്ഷൻ അത് എന്താ പറയുക, വൻ ഭൂരിപക്ഷത്തിലേക്ക് വന്നില്ലെങ്കിൽ അതിന് മറ്റു കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും അതിൻ്റെ പ്രതിഫലനം കാര്യം ഈ കോൺഗ്രസിൻ്റെയും അഖിലേഷ് യാദവ് തന്നെ ഇന്ത്യയുടെയും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതായിരുന്നു. അവർ ഉന്നയിച്ചുകൊണ്ട വിഷയം തന്നെയായിരുന്നു. അവർ മറ്റൊരു വിഷയം ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് അനുകൂലമായിട്ട് തന്നെ വിധി തന്നെ പറയേണ്ടി വരും. കാര്യം അവർക്ക് മറ്റൊരു വിഷയം അവർ മറ്റു അജണ്ടയായിട്ടൊന്നല്ല വന്നിട്ട് പ്രാവശ്യം അവർ കൊണ്ടുവന്ന അജണ്ടയിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സാമൂഹിക രാഷ്ട്രീയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് അംഗീകാരം കിട്ടിയെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് വിദ്വേഷം ഏതൊക്കെ രീതികളിലാണ് അവർ എക്സ്പ്രസ് ചെയ്തത് അതിന് മറുപടിയായി തന്നെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അത് നമുക്ക് അയോധ്യയിലെ തെരഞ്ഞെടുപ്പ് രാമക്ഷേത്രം ഒരു ഘട്ടത്തിൽ, പിന്നെ 2ാം ഘട്ട രാമക്ഷേത്രം ഒന്നും BJP തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല, അല്ലെങ്കിൽ ഗ്യാൻ ബാബിയുടെ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നില്ല. അതേസമയം ഈ വിദ്വേഷജനകമായിട്ട് പ്രസ്ഥാനം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അത് ഈ പല കാര്യങ്ങളും എന്താ പറയുക, ഇൻഫിൽട്രേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ പരാജയപ്പെട്ടു, വലിയ തിരിച്ചടി നേരിട്ടുള്ളത്. അപ്പോൾ അത്തരമൊരു എന്താ പറയുക വിഭജന രാഷ്ട്രീയത്തിന് തീർത്തും സ്വീകാര്യമല്ലെന്നും അതിനെ തിരസ്കരിക്കുന്ന രാഷ്ട്രീയം ഇപ്പുറത്തുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാര്യത്തിന് SP-യും കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കാനും ചിതറിപ്പോകേണ്ട വോട്ട് ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന BSPക്ക് സീറ്റിൽ നിന്ന് BSP ഒക്കെ അങ്ങനെയുള്ള ഘടക കക്ഷികളും കൂടി ഇതിൻ്റെ ഭാഗത്ത് വരികയായിരുന്നെങ്കിൽ UP-യിൽ ഇതിലും വലിയ വിജയം സാധ്യത. അതുപോലെ JDU ഇപ്പോൾ BJPയുടെ കൂടിയാണ്. JDU-യും RJD-യും കോൺഗ്രസും കൂടിയാണ് ബീഹാറിൽ മത്സരിച്ചില്ലെങ്കിൽ അവിടെയും സ്ഥിതി വളരെ ഇതിലും കാട്ടും എന്താ പറയുക വളരെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഇവർക്കെല്ലാം യോജിപ്പിക്കാവുന്ന പല മേഖലകളുണ്ട്. കാര്യം ഇവരെല്ലാം ഷെയർ ചെയ്യുന്നൊരു പുതു പൊളിറ്റിക്സ് ഉണ്ട്. പ്രതി രാഹുൽ ഗാന്ധിയുടെ പുതിയൊരു കോൺഗ്രസ് സങ്കല്പമായിട്ട് യോജിച്ചു പോകാവുന്നതാണ് ഈ ധാരയിൽപ്പെട്ട ആൾക്കാരുടെ. പക്ഷെ BJPയുടെ രാഷ്ട്രീയ അത്രത്തിൽ പൊരുത്തപ്പെടണം അധികാര താല്പര്യങ്ങൾക്കല്ലാതെ പൊരുത്തപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനത്തെ അത്തരം പൊളിറ്റിക്കൽ ഡിഫറൻസസ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ ചില പാർട്ടികൾ ഇല്ലാതെ പോകുന്നുണ്ട്, ചില ഐഡന്റിറ്റി ബേസ്ഡായി രൂപപ്പെട്ട് വന്നിട്ടുള്ള പാർട്ടികളൊക്കെ. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? നമ്മൾ പറയുന്നത് ഇപ്പോൾ മൃദുല ഉദ്ദേശിക്കുന്ന BSP പോലൊരു പാർട്ടിയാണെങ്കിൽ BSP കഴിഞ്ഞ കുറച്ചു കാലം അങ്ങനെ ഞാനൊരു പ്രത്യേക അങ്ങനെ UP-യിലാണ് BSP എടുക്കുക. BSP ആണ് ആ നിലയ്ക്ക് UP ഭരിച്ചിരുന്ന പാർട്ടിയാണ്. അപ്പോൾ SP ആയിട്ടുള്ള അവരുടെ ഒരു വ്യത്യാസവും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളായിരിക്കാം അവരെ ഈ സഖ്യമായിട്ട് യോജിക്കാൻ പറ്റാതായത്. അതുപോലെ തന്നെ
JDU ആ സോഷ്യലിസ്റ്റ് ധാര എന്ന് പറഞ്ഞ പാർട്ടിയാണെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എന്താ പറയുക നിതീഷ് കുമാർ നടത്തിയിട്ടുള്ള ചാട്ടം മറച്ചിലുകളൊക്കെ തന്നെ ആ പാർട്ടിയെ ആ നിലയ്ക്ക് ഇതാക്കിയിട്ടുണ്ട്. കാര്യം അധികാരത്തിരിക്കാന്ന് മാത്രമേ അതിനൊരു ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രമേ ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. പക്ഷേ ഈ നിതീഷ് കുമാറിൻ്റെ കാലത്ത് തന്നെയാണ് ഈ സാമൂഹിക സർവേ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ മുൻകൈ എടുത്ത ആളാണ്. പക്ഷേ അധികാര താല്പര്യം കൊണ്ട് മാത്രം. അതുകൊണ്ട് ഇപ്പോഴും നിതീഷ് കുമാർ ശരിക്കും ഇന്ത്യ മുന്നണി തിരിച്ചു വരാൻ ഏറ്റവും എളുപ്പമുള്ള ആളാണ്. കാര്യം ഇന്ത്യ മുന്നണിയുടെ സ്ഥാപക നേതാവ് ആണ് നിതീഷ് കുമാർ. അതുകൊണ്ട് നിതീഷ് കുമാറിന് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ മുന്നണിക്ക് നേതൃത്വത്തിലേക്ക് വരാനുള്ള സാധ്യത നിൽക്കുന്നുണ്ട് മറ്റാരെക്കാളും. രാഷ്ട്രീയ താല്പര്യം കൊണ്ടും അവസരവാദപരമായ രാഷ്ട്രീയം കൊണ്ടും ചാടി പോയതെങ്കിലും ഇതിന്റെ ഭാഗമായിരുന്നല്ലോ. ഇത് രൂപീകരിച്ച ആളാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ളൊരു എന്താ പറയുക ബുൾഡോസർ രാജ്യങ്ങൾ. അപ്പോൾ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദി പറയുന്നുണ്ട് UP കാര്യം. ഇത് യോഗി ബുൾഡോസർ ഉപയോഗിച്ചത് ആരെ തീർക്കണം അതിന് പാഠം പഠിക്കുന്നു പറയുന്നുണ്ട്. ആ ബുൾഡോസർ രാഷ്ട്രീയത്തിൽ ശക്തമായ പ്രതികരണമാണ് UP കൊടുക്കുന്നത്. UP-യാണ് ഏറ്റവും കൂടുതൽ ബുൾഡോസർ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെതിരെ ശക്തമായിട്ട് പ്രതികരണം നമുക്ക് കാണാൻ പറ്റും. പ്രതിരോധത്തിന്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാദത്തമായിട്ട് അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അതുപോലെ ഫെഡറലിസ്റ്റിന് അവകാശം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയൊരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അത് എത്രമാത്രം ഫലവത്തായി നമ്മൾ ഫലവത്താവുന്ന പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു 200-300 സീറ്റൊക്കെ വന്ന് അധികാരത്തിൽ എത്തുമ്പോഴാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതല്ലാതെ തന്നെ വലിയ ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. ആ ഫൈറ്റിൻ്റെ റിസൾട്ട് നമ്മുടെ ദൃശ്യം. ഇപ്പോൾ കോൺഗ്രസ് 92 സീറ്റാണ് അവസാനം 98 സീറ്റാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെ ഈ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവർ ഒരുമിച്ച് നിൽക്കാനുള്ള ബാധ്യത ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. കാര്യം ജനാധിപത്യം നിലനിൽക്കണമെങ്കിലും സംരക്ഷിക്കപ്പെടണമെങ്കിലും ഈ മുന്നണി സംവിധാനം നിലനിൽക്കുകയും അതിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാവേണ്ടി വരും. സ്വാഭാവിക വിട്ടുവീഴ്ചകൾ. മുന്നണി സംവിധാനം വ്യത്യസ്ത പാർട്ടികളാണ്, അവരുടേതായ താല്പര്യങ്ങളുണ്ടാവും. പക്ഷേ അതൊരു പ്രായോഗിക സാധ്യത ഉരുത്തിരിഞ്ഞു വരാനുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അത് വിജയകരമായി തന്നെ തീരുന്നതാണ്. കാര്യം എല്ലാവരും സംബന്ധിച്ചിടത്തോളം ബേസിക് പോയിന്റ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. അല്ലെങ്കിൽ അവര് നാളെ അവരില്ലാതാവുന്ന സ്ഥിതിയുണ്ട്. അവർ ഉന്മൂലനം ചെയ്യപ്പെടുന്ന സ്ഥിതി. ഇടയിൽ തന്നെ നമ്മുടെ കേജ്രിവാൾ സൂചിപ്പിക്കുകയും ചെയ്തല്ലോ, ഒരു ടൈം കൂടി കിട്ടുകയാണെങ്കിൽ പല മുഖ്യമന്ത്രിമാരും അറസ്റ്റിലാവും എന്നുള്ളൊരു ത്രെറ്റ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. മമതയെക്കുറിച്ച് പ്രത്യേകം പറയുകയും ചെയ്തു. അപ്പോൾ അതിനെതിരെ ഒരുപക്ഷെ ജനങ്ങളതിൽ ആശങ്കാകുലരായിരിക്കണം. അതുകൊണ്ടാണ് മമതാ ബാനർജിക്ക് ഇത്ര ശക്തമായിട്ട് അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തുണ്ടായത്. ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ജനാധിപത്യ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഫെഡറലിസം തത്വങ്ങൾ നൽകാൻ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾ നടത്തിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ അകത്തുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ഇതിനകത്ത്. അല്ലെങ്കിൽ ആലോചിച്ചു ഇന്നത്തെ ദിവസം തിരിച്ചായിരുന്നെങ്കിൽ 300-400 സീറ്റാണെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ ഒരു ഹിസ്റ്ററിക്കായിട്ട് നാഷണലിസം ഏരിയയിൽ പ്രകടിപ്പിക്കപ്പെടുക. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതൊരു സ്പെക്കുലേറ്റീവ് ആയിരിക്കും. പക്ഷേ അതില്ലാതെ വളരെ വേറൊരു തരത്തിലൊരു കാംനെസ് നേഷനിൽ കാണാം. ഇന്ന് വൈകുന്നേരം റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹിസ്റ്ററിക് അല്ലാത്ത രീതിയിൽ ഒരു കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു നേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചർച്ചകളല്ലാതെ ഇതിൽ മാറി. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഒരു ബദൽ മാധ്യമത്തിൻ്റെ അകത്തിരുന്ന് ചർച്ച ചെയ്യുന്നത് അതിൻ്റെ ചില അതിൻ്റെ ഒരു കാംനെസ്സും നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും സമയമുണ്ട്. നിങ്ങൾ ദേശീയ ചില മാധ്യമങ്ങൾ ഇന്നത്തെ ദിവസം തിരിച്ചായ റിസൾട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കും. എന്തൊരു ഹിസ്റ്റീരിയക്കായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. എക്സിറ്റ് പോളിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. എന്തൊരു ഹിസ്റ്റീരിയ എക്സിറ്റ് പോളിൻ്റെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് എക്സ്ട്രാപ്രൊഡക്ഷൻ നടത്തി തെറ്റായ കാര്യങ്ങൾ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, ഒരു നെഗറ്റീവ് സൃഷ്ടിച്ചു. എന്തൊരു ഹിസ്റ്റീരിക്കായിട്ട് അവതരിപ്പിച്ചു, എന്തൊരു ജുബിലന്റ് ആയിരുന്നു അവര്. ജയിച്ചു എന്നുള്ളൊരു രീതിയിൽ ആണ് ഹെഡ്ലൈനുകളൊക്കെ. ഇന്ത്യ ജയിച്ചു, അല്ല NDA ജയിച്ചു എന്നുള്ള രീതിയിലാണ്. അത് NDA ജയിച്ചു, നാരേറ്റീവ് ഉണ്ടാക്കി. NDA ജയിച്ചു എന്നുള്ളതും നാളെ ജയിക്കും. നാളെ പോൾ റിസൾട്ട് വരികയാണെങ്കിൽ സ്വാഭാവിക സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഗുണം ചെയ്തു. പോൾ റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കുമെന്ന് തോന്നലും അത് ബ്യൂറോക്രസിക്കും എല്ലാവർക്കും തന്നെ ആ ഒരു സന്ദേശമാണ്. ആ നിലയിലാണ് ബിൽഡപ്പ് ചെയ്തത്. ആ ദിവസം ചാനൽ കണ്ട ആൾക്കാർക്ക് അറിയാം എന്തൊരു ജുബിലന്റ് ആയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു വസ്തുതപരമായ കാര്യം പറഞ്ഞാൽ തെറ്റില്ല, എക്സിറ്റ് പോൾ അങ്ങനെയാണ്. പക്ഷേ അതിനൊരു വലിയ ജുബിലേഷൻ വരെല്ലാം പ്രകടിപ്പിച്ചു. പ്രതിപക്ഷം ഇല്ലാതായി പോകുന്നതിനെ കുറിച്ചൊരു ആഹ്ലാദം ജനാധിപത്യത്തിൽ ഒരിക്കലും പാടാത്ത കാര്യമാണ്. പക്ഷേ ഇന്ന് ആ റിസൾട്ട് ആയിരുന്നെങ്കിൽ ആ ജുബിലേഷൻ ഹിസ്റ്ററിക് ലെവലായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുന്ന മൊത്തത്തിൽ ടെലിവിഷൻ ചാനൽ ഒരു കമ്പോസ്റ്റ് ആയിട്ട് ചർച്ച ചെയ്യാൻ ആൾക്കാർ, അതാണ് ഒരു ഡെമോക്രസിക്ക് ഏറ്റവും ഒരു വയബിൾ ആവുന്ന ഒരു കാര്യം. എല്ലാവരും സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് ആ പ്രശ്നങ്ങൾ, ജീവൽ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനും അതിൻ്റെ ഒരു പൊളിറ്റിക്സ്. അപ്പോൾ അത് തന്നെ ഒരു നല്ല സൂചനയായിട്ട് നമുക്ക് കാണേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് നിർമ്മിച്ചെടുക്കുന്ന ഒരു ഡാറ്റ തന്നെയല്ലേ ശരിക്കും ഇത്തവണത്തെ എക്സിറ്റ് പോൾ? അപ്പൊ അതിന്ന് വ്യത്യസ്തമായിട്ട് ആകെ DB ലൈവ് ചാനലിന്റെ ഒരു പോൾ മാത്രമാണ് കണ്ടത്. അതിലാണ് ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടെ സീറ്റുകൾ ഉള്ളതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡാറ്റ വരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പൊ എക്സിറ്റ് പോൾ എന്നുള്ള ആ ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ എന്തുകൊണ്ട് വരണം
എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മൃദുല, നമ്മൾ സെലക്ഷൻ ഒരു റെഫറൻഡ് ആണ്, ഡെമോക്രസിയെ കുറിച്ച് റെഫറൻഡം തന്നെ. പക്ഷെ അതിനൊരു എന്റർടൈൻമെന്റ് വാല്യൂയിലേക്ക് ചുരുക്കുന്ന, എന്റർടൈൻമെന്റ് വേണ്ട എന്റർടൈൻമെന്റ് വാല്യൂ ചുരുക്കുന്ന ഒരു പരിപാടിയും കൂടി എക്സിറ്റ് പോളിന്റെ ഭാഗത്തുണ്ട്. ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് പലതരം ഗ്രാഫിക്സ്, ഞാനത് എന്താ കമേഴ്ഷ്യൽ ചാനലുകൾക്ക് ആവശ്യമാണ്. അപ്പോൾ ആ നിലയിലാണ് എക്സിറ്റ് പോൾ ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കിട്ടുക, TRP. അതുമായി ബന്ധപ്പെട്ട് അവർ ഡാറ്റ കളക്ട് ചെയ്യും. ഡാറ്റ തന്നെ എന്തുകൊണ്ട് സുതാര്യമല്ല എന്ന് പല ആൾക്കാരും വിശദീകരിച്ചു. സുതാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും പബ്ലിക്കായിട്ട് അവർ ലോഗ്നി CSTs അറിയ പോലെയല്ല, ഈ പബ്ലിക്കായിട്ട് ഡാറ്റ കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ മെത്തഡോളജി വിശദീകരിക്കുക, ആ മെത്തഡോളജിയിൽ ക്വസ്റ്റ്യൻ ഉയർത്താനുള്ള സാധ്യത ഉണ്ടാക്കുക, ഇതൊന്നും അവർ ചെയ്യില്ല. ആക്സസ്സുകാർ ഇട്ടു എന്നുള്ളതും വസ്തുതയാണ്. കാര്യം ഇന്ത്യ ടുഡേ ചേർന്ന ആക്സസിൻ്റെ ഡാറ്റ അവർ പബ്ലിക്കാക്കുകയും അതിന് ചോദ്യം വരികയും ചെയ്തു. അതിൻ്റെ അകത്ത് ഈ ഫീമെയിൽ പോപ്പുലേഷൻ എടുത്തതിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് തെറ്റിയെന്ന് മനസ്സിലായി, അവരുടെ പോൾ തെറ്റിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് TV എവിടെയോ അതിൻ്റെ ആ ഡാറ്റ കളക്ട് ചെയ്ത് അതിനെ നയിച്ച ആളിൻ്റെ അദ്ദേഹം വിതുമ്പുന്നതായിട്ട് ഒരു ചിത്രവും പ്രചരിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് അതിൻ്റെ വസ്തു എന്താണ് അറിയുന്നതായും അത് അങ്ങനെ വിതുമ്പുന്നതിൽ അത്ഭുതമില്ല. അതൊരു ഫെസൈഡായിരിക്കാം, കാര്യം ഇതായി കഴിഞ്ഞ കാര്യം ആൾക്കാർക്ക് സിമ്പതി പിടിച്ചിട്ടായി കാര്യം. പക്ഷേ ഒരു എക്സിറ്റ് പോളിൽ 3 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഒന്ന്, ഈ എന്റർടൈൻമെന്റ് വാല്യൂവിന് വേണ്ടി സാധനം ക്രിയേറ്റ് ചെയ്യുക. 2, അതിനെക്കാട്ടും ഗുരുതരമായ കാര്യം ഒരു നെഗറ്റീവ് സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് പൊളിറ്റിക്സ്, ആൾക്കാർ ഇങ്ങനെയാണ്, ഈ സാമ്പിൾ സൈസ് നമുക്കറിയില്ല, അത് വെച്ച് പക്ഷേ ഇങ്ങനെയായിരിക്കും നേഷൻ പോൾ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയാണ് റിസൾട്ട് വരിക എന്നൊരു നെഗറ്റീവ് സൃഷ്ടിച്ചു. അതൊരു സംശയരഹിതമായിട്ടാണ് സൃഷ്ടിച്ചത്. കാര്യം ഇതാണെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട് പറയാൻ കാരണം, ഇന്ന് രാവിലെ ഈ ഇലക്ഷൻ തൊട്ട് മുമ്പേ ഒരു ചാനല് രാഹുൽ ഗാന്ധി എക്സിറ്റ് പോളിൽ ഉയർത്തി വിമർശനം ഒരു ചാനലിൽ പറഞ്ഞെന്തറിയോ? ആ ചാനലിലെ അവതാരകൻ പറഞ്ഞത് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ കടന്നാക്രമിക്കുകയാണ് രാഹുൽ. ഈ പ്രൈവറ്റ് ചാനലിൻ്റെ സർവേയൊക്കെ വിമർശിക്കാനാണെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കടന്നാക്രമിക്കുകയെന്ന്. ഇവിടെ ഔദ്യോഗിക ഇൻസ്റ്റിറ്റ്യൂഷനെ കടന്നാക്രമിക്കപ്പെടുമ്പോൾ യാതൊരു വിഷമവും പരാതിയില്ലാത്ത ഈ ജേർണലിസ്റ്റാണ് രാവിലെ അവരുടെ സ്വകാര്യ സർവേയെക്കുറിച്ച് രാഹുൽ ഗാന്ധി വിമർശിച്ച വിമർശനം ദേശീയമായിട്ടുള്ള സ്ഥാപനത്തിനെതിരെയും സർവേക്കെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുന്ന ഗുരുതരമായ തെറ്റായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു ഉദ്ദേശമുണ്ട്, ഒരു നെഗറ്റീവ് ബിൽഡപ്പ് ചെയ്യാന്നുള്ള ഉദ്ദേശമുണ്ട്. മൂന്നാമതായിട്ട് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു സംവേദനം നൽകുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന് നമ്മുടെ ഒരു തരത്തിലൊരു മൂലധന സംവിധാനമൊക്കെ നിലനിൽക്കുന്ന ഒരു ഇതുണ്ട്, കോർപ്പറേറ്റുകളും ഇവർക്കെല്ലാം കൃത്യമായിട്ട് എവിടെ നിൽക്കണമെന്നും ഏത് സ്ഥലത്താണ് നിങ്ങളുടെ രാഷ്ട്രീയം നിലനിൽക്കുന്നതിനെ കുറിച്ചുള്ള സന്ദേശം കൂടി കൊടുക്കാനുള്ള ഒരു കൃത്യമായ ബ്യൂറോക്രസി, കോർപ്പറേറ്റുകൾ, ഇൻഡസ്ട്രിയൽ കോർപ്പറേറ്റുകൾ, മറ്റുള്ള സംവിധാനങ്ങൾക്കെല്ലാം ഒരു അവർക്ക് ഫോൾ ഇൻ ലൈൻ എന്നുണ്ടല്ലോ, അത് കൊടുക്കാനുള്ള സന്ദേശമുണ്ട്. ഇത് 3ഉം പാളിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ എക്സിറ്റ് പോള് പാളിയത് അതിൻ്റെ എക്സിറ്റ് പോളിൻ്റെ ശരി എക്സിറ്റ് പോളിൽ 100% ശരിയാണെന്നും തെറ്റാറില്ലെന്നൊരു കഥയും എൻ്റെ കൂടെ പ്രചരിപ്പിക്കപ്പെട്ടു. ഒരു സംശയരഹിതമായിട്ട് ഇതൊന്നും യാതൊരു സംശയം. കാര്യം ഈ സാമ്പിൾ സൈസിനെ കുറിച്ചൊക്കെ ഒരു അവ്യക്തമായിരിക്കെ. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ എക്സിറ്റ് പോളിനെ കുറിച്ചൊരു വിമർശനം കേട്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്ത ഒരാളത്രേ ഈ ഡാറ്റ എല്ലാവരും സപ്ലൈ ചെയ്യുക, അവരവരുടെ രീതിയിൽ എക്സ്ട്രാപോളേറ്റ് ചെയ്യുക. ഒരാൾ പോയി ഡാറ്റ ഒരേ സ്ഥലത്ത് കളക്ട് ചെയ്യുന്നു, ഒരേ ഡാറ്റ വ്യത്യസ്തമായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാനാണ് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കണ്ടൊരു കാര്യം, ഒരു ആൾക്കാർ ചോദിച്ചാൽ ദൈനിക് ഭാസ്കർ ചോദിച്ചാൽ ബാക്കി എല്ലാവരും ഏറെക്കുറെ അല്ല ഒരേപോലത്തെ റിസൾട്ട് നൽകി, ഒരു സംശയത്തിന് ഇട നൽകാത്ത വിധത്തിൽ. അത് പാളിപ്പോയി. നമ്മുടെ ഇന്ത്യൻ ദേശത്തിന് മുമ്പിൽ അത് മുഴുവൻ പാളിപ്പോയി, ജനങ്ങളുടെ മുമ്പിൽ പാളിപ്പോയി. സത്യത്തിൽ വളരെ അപ്പോളജി പറയേണ്ടതാണ്. കാര്യം ഇത്ര നെഗറ്റീവ് ഉണ്ടാക്കിയതിന് പേര് ഇതിന് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട് സത്യം പറയണ ഈ ഒരു പല മാധ്യമപ്രവർത്തകരും ആ നില എക്സിറ്റ് പോളൊന്നുമല്ല, ഈ എക്സിറ്റ് ചെയ്യുന്ന നന്നായിരിക്കും. കാര്യം ആ നിലയ്ക്ക് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു കൺസ്ട്രക്റ്റീവ് റിയാലിറ്റി. ഇങ്ങനെയാണല്ലോ കൺസ്ട്രക്ട് ചെയ്യാം ഈ മീഡിയയിലൂടെ. അതിൽ നമ്മുടെ എന്താ പറയുക, മലയാളം ചാനലുകളും ഇതിൻ്റെ ഒരു തുടർച്ച പല സ്ഥലത്തും കാണാൻ സാധിച്ചിരുന്നു. കാര്യം ഇതിനൊക്കെ പല കാര്യങ്ങളിലും തന്നെ ഇത്തരം ഒരു ഡാറ്റ കൊടുത്തുകൊണ്ടൊരു, പക്ഷേ ആ സംശയം പ്രകടിപ്പിച്ചത് പല ആൾക്കാരും. പക്ഷേ ഇതിലൊക്കെ ഒരു കാര്യം ഇതുകൂടെ നമുക്ക് മനസ്സിലായി, ഇനി മുതൽ എക്സിറ്റ് പോളുകൾ ഇനി തെരഞ്ഞെടുപ്പുകൊണ്ട് ഇനി എക്സിറ്റ് പോൾ ഉണ്ടാവും. പക്ഷേ ആ ദിവസം ടെലിവിഷൻ ചാനൽ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുന്നതാണ് ആരോഗ്യകരമായ ഡെമോക്രസിക്ക് നല്ലതെന്ന്. ഇനിയുള്ള എക്സിറ്റ് പോളുകൾ, ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ, നിയമസഭ തെരഞ്ഞെടുപ്പാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും ഇനി എക്സിറ്റ് പോൾ വരും, ആ ദിവസങ്ങൾ ടെലിവിഷൻ സ്വിച്ച് ഓഫ് ചെയ്യുക. കാര്യം ആ ടെലിവിഷൻ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് ഡെമോക്രസിക്ക് ആരോഗ്യകരമാണെന്ന് പൊതുവിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. 2018 മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യപ്പെടുന്നതായിട്ടുള്ള പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പല ആളുകളുടെയും വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഈ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയ ശേഷം പേരില്ല എന്ന് വരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ പല സിറ്റുവേഷൻസും ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതേസമയം പലരും വോട്ടിംഗ് ബഹിഷ്കരിക്കുന്നുണ്ട്. അവരുടെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ കാരണം ആളുകൾ വോട്ടിംഗ് ബഹിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വൈരുദ്ധ്യങ്ങളും ഇന്ത്യയിലുണ്ട്. അതേസമയം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യമായി നടത്തിയ എന്നാണ് മനസ്സിലാവുന്നത്. കൗണ്ടിങ്ങിൻ്റെ തൊട്ട് മുന്നുള്ള ദിവസം നടത്തിയ
പ്രസ് കോൺഫറൻസ്. അതിൽ അവർ പറയുന്നത് കശ്മീരിൽ 50% വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായത് ഒരു വലിയ വിക്ടറി ആണെന്നാണ്. അതേപോലെ അതിൽ സ്ത്രീകളായ വോട്ടർമാരെ സ്റ്റാൻഡിങ് ഓവേഷൻ കൊടുത്ത് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മണിപ്പൂരിൽ എത്നിക് വയലൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം, അവിടെ ഇതുപോലെ 90ഓളം പോളിംഗ് സ്റ്റേഷനുകൾ കൂടുതൽ വച്ചു എന്ന് പറയുന്നതും ഒരു വിക്ടറി ആയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഒരു യൂണിഫൈഡ് രാജ്യമല്ല ഇന്ത്യ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഒരു റെലവൻസ് എന്താണ്? അങ്ങനെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ അല്ല, മൃദുല ചോദിച്ച ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ചോദിച്ചത് ആദ്യം എനിക്കൊരു തോന്നിയൊരു കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊരു കാലങ്ങളായി ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു വിശ്വാസത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇന്ത്യ പോലെ ഇത്രയും വലിയ ബൃഹത്തായ ഒരു രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമായിട്ട് ഉള്ളത്. സുതാര്യവും സ്വതന്ത്രവുമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്, ഇത് ഉറപ്പുവരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ആ നിലയിൽ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഇലക്ഷൻ കമ്മീഷൻ വിമർശനങ്ങൾ ഇല്ല എന്നല്ല. ടി എൻ ശേഷം നടത്തിയുള്ള വളരെ ശരിയായ ഇടപെടലുകൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ്റെ കോമ്പോസിഷൻ സംബന്ധിച്ചോളം മാറ്റം വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന കാര്യം ചീഫ് ജസ്റ്റിസ് റോൾ ഉണ്ടാകുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വിഭാവനം ചെയ്യപ്പെട്ടത്? അത് സുതാര്യമായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ മെഷീനറി അല്ല, അതിന് ഓട്ടോണമസ് സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു തെരഞ്ഞെടുപ്പ് സ്കീം അതിൻ്റെ അകത്ത് ഇവരെ സെലക്ട് ചെയ്ത സ്കീം. പക്ഷെ അത് നിയമപരമായിട്ട് മാറ്റി. അത് തന്നെ ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്ത് സുഖകരമായിരുന്ന കാര്യമായിരുന്നില്ല. ഒരു ജനാധിപത്യ രീതികൾക്ക് അതൊക്കെ ഓട്ടോണമസായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങൾ നിലയ്ക്കാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതാണ് സ്വതന്ത്രമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ഗവൺമെൻറ് അഡ്ജക്റ്റ് ബോഡിയോ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നതല്ല. അപ്പോൾ ആ കാര്യത്തിൽ ഒരു വലിയ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പല ആൾക്കാരും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും അല്ലാത്ത വളരെ ഗൗരവമായിട്ടുള്ള രീതിയിൽ ഇടപെടുന്ന നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരെല്ലാം തന്നെ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന 7 ഫേസായി ബന്ധപ്പെട്ടുള്ള ഇലക്ഷൻ്റെ പ്രോസസ്സാണ്. അത് കഴിഞ്ഞ ഇലക്ഷൻ പ്രോസസ്സിന് പക്ഷേ ഒരു വിമർശനം ഉന്നയിക്കപ്പെട്ടത് അവസാന ഫേസിലാണ് വാരണാസി വരുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്റ്റാർ ക്യാമ്പയിനാണ്, BJPയുടെ സ്റ്റാർ ക്യാമ്പയിൻ്റെ പ്രധാനമന്ത്രിക്ക് എല്ലാ സ്ഥലത്തും പോകും വേണം. അത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. കാര്യം സ്റ്റാർ ക്യാമ്പയിൻ എല്ലാ സ്ഥലത്ത് പോകും. പക്ഷെ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ഫേസ് ഔട്ട് ചെയ്തും വാരണാസി അവസാനം ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. അത് ആ വിമർശനം ആരും ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടില്ല. ഘട്ടങ്ങൾ ഇതുവരെ ഇല്ലാത്ത, മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു, പല ഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനൊരു ഈ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് വരുന്നതിന്റെ പിന്നിൽ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. വിമർശനം മറുപടി പറയാൻ ഒരു ബാധ്യത അവർക്കുണ്ട്. കാര്യം അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഡിക്ലെയർ ചെയ്ത് അതിനുശേഷം സമ്മേളനം വിളിച്ച് അതിൽ വോട്ടർമാരെ എന്താ പറയുക കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുകയും അതിൽ അപ്രീസിയേഷനൊക്കെ നൽകുക സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിനു മുമ്പ് തന്നെ അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ള കാര്യത്തും ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ സ്ഥലങ്ങളിലെ പ്രത്യേകത, ഇപ്പോൾ ആർട്ടിക്കിൾ 370 പിൻവലിച്ച ശേഷം നടക്കുന്ന കാശ്മീർ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ വക്താവ് നിലയ്ക്ക് പറയേണ്ട ആവശ്യമില്ല. അതിൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിലൊക്കെ കുറിച്ചൊരു വിമർശനങ്ങൾ പല ആൾക്കാരും ഉന്നയിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതൊക്കെ ആ വസ്തുപര വിമർശനങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം യോഗേന്ദ്ര യാദവ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്ന കാര്യം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കോടതിക്ക് വിമർശിക്കാം, വിധിക്കെതിരെ വിമർശിക്കാം. പക്ഷേ വിധി പറയുന്നതിന് അതിൻ്റെ പിന്നിലൊരു അൾട്ടീരിയർ മോട്ടീവ് ഉണ്ടെന്ന് പറയുക, ജഡ്ജിക്കെതിരെ ആരോപണം ഉന്നയിക്കുക ചെയ്യുമ്പോഴാണ് അത് കണ്ടംപ്റ്റായി വരുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ കണ്ടംപ്റ്റ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ സാധനം ഇല്ലല്ലോ. യോഗേന്ദ്ര പറയുന്നത്. അപ്പോൾ വിമർശനം ഉന്നയിക്കാനുള്ള നമുക്ക് സംശയം ഉണ്ടെങ്കിൽ വിമർശനം ഉന്നയിക്കാനുള്ള പൗരന്റെ അവകാശമുണ്ട്. അതുപോലും ചോദ്യം ചെയ്യുന്ന പറഞ്ഞാൽ അത് ഇപ്പോൾ ജയറാം രമേശ് നോട്ടീസ് കൊടുക്കുക, അതൊരു വിമർശനം ഉന്നയിക്കും മറുപടി പറയുന്നതാണ് സ്വന്തം പ്രസ്ഥാനത്തിന്റെ സ്വന്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചുമതല. വിമർശനം ഉണ്ടാവണമല്ലോ. വിമർശനം ഉണ്ടെങ്കിൽ മറുപടി പറയും, ജനങ്ങളെ ബോധ്യപ്പെടുത്തല്ല. അവ ജയറാം രമേശ് വിമർശനം റദ്ദായി പോകും. പക്ഷെ അതിന് നോട്ടീസ് അയക്കുന്ന ഒരു ശരിയായ നടപടിക്രമമല്ല ഇത് നമ്മൾ അടിവരട്ടെ. അപ്പോൾ ഇത്തരം ഒരു പ്രവർത്തന രീതി നമുക്ക് ഇതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പിന്റെ സംവിധാനത്തെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കണ്ടു. ഇതെല്ലാം തന്നെ ഒരു അധികാരത്തിന്റെ ഒരു ഭാഗമായിട്ട് നടപ്പാക്കുന്ന ചില പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇലക്ഷൻ്റെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയം ഉയർത്താൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലായി അത്തരമൊരു ഇതിനേക്കാൾ എന്താ പറയുക വളരെ സുതാര്യമായ രീതിയിൽ എന്ന് നമുക്ക് അനുമാനിക്കാതെ തന്നെ റിസൾട്ടുകൾ ഉണ്ടാവുകയും ഒരു പ്രവർത്തനം അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിധി നമ്മുടെ മുമ്പിലുണ്ട്. അത് അംഗീകരിക്കുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ സ്വന്തമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണെന്നൊരു ബോധ്യം സർക്കാരിൻ്റെ ഒരു സംവിധാനമായിട്ട് മാത്രമല്ല സർക്കാരിൻ്റെ കാഴ്ചപ്പാടിലൂടെ അല്ല കാണേണ്ടത്. സർക്കാരിൻ്റെ കാഴ്ചപ്പാട് രാഷ്ട്രീയ പാർട്ടി കാഴ്ചപ്പാടായിരിക്കും. ആ കാഴ്ചപ്പാടിലുള്ളല്ലോ കാണേണ്ടതല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിനകത്ത് തിരിച്ചറിവുണ്ട്. അപ്പോൾ അത് ഈ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പല ആൾക്കാരും. ആ വിമർശനം ഉന്നയിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാലോ അങ്ങനെയുള്ള ഒരു ഏജൻസി പറയാൻ തുടങ്ങിയാൽ ഇന്ത്യയിലെ സ്വതന്ത്രം ഒരുപാട് ഏജൻസി CAG സ്വതന്ത്ര ഏജൻസി CAGക്ക് വിമർശനം ഉന്നയിക്കാൻ പാടില്ല പറഞ്ഞാൽ CAG നോട്ടീസ് കൊടുക്കണം. പിന്നെ ആർക്കും നിയമപ്പോൾ അപ്പോൾ എത്ര ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ വിമർശനം ഉന്നയിക്കും. വിമർശനം ഉന്നയിക്കാൻ പൗരന് അവകാശമുണ്ട്.
ആരോപണത്തിന് എനിക്ക് അവകാശമുണ്ട്, അതിന് മറുപടി അർഹിക്കുന്ന മറുപടി പറയുന്നത് വേണം. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എനിക്ക് തോന്നുന്നു. പിന്നെ മുതൽ എന്തൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട് അതിന്. ഞാൻ ചോദിച്ചത് ഈ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ കശ്മീരിലായാലും മണിപ്പൂരിലായാലും ഇപ്പം അങ്ങനത്തെ വളരെ സെൻസിറ്റീവായ അല്ലെങ്കിൽ സെൻസിറ്റീവാക്കി നിലനിർത്തുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് അവിടുത്തെ വോട്ടിങ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പോളിംഗ് എന്നുള്ളത് ഇവരുടെ ഒരു വിക്ടോറിയസ് സംഭവമായി പറയേണ്ടതാണോ? അങ്ങനെ പറയാൻ പറ്റുന്നത് ഒരുപക്ഷെ ഇതിന്റെ സ്ട്രക്ചറലി തന്നെ ഇലക്ഷൻ കമ്മീഷനെ അഴിച്ചു പണിഞ്ഞതുകൊണ്ടും അതിനെ കുറച്ചുകൂടി ഒരു സർക്കാരിന് അനുകൂലമായ രീതിയിലേക്ക് മാറ്റി. അതിനകത്ത് രണ്ട് തരത്തിൽ ഇതുണ്ടാവാം. സർക്കാർ അനുകൂലമായിട്ടുള്ള എല്ലാം ബദ്രായിരുന്നു, അതുകൊണ്ടെന്ന് പറഞ്ഞേക്കാളും ഇലക്ഷൻ കമ്മീഷൻ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജനാധിപത്യ സംവിധാനം നടത്താൻ, ആ പ്രക്രിയ നടത്താൻ ചുമതലപ്പെട്ട ആൾക്കാർ, ആ ജനാധിപത്യ പ്രക്രിയ സുതാര്യമായി നടത്താൻ അവിടുത്തെ ആൾക്കാരുടെ പിന്തുണ കിട്ടിയാൽ പറഞ്ഞത് തെറ്റില്ല. പക്ഷേ സർക്കാരിന്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് അവിടെ ഒരു കാര്യങ്ങൾ സുഖമായി നടന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് എന്താ പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി അങ്ങനെ പറയുന്നത് അർത്ഥമില്ലാത്ത കാര്യം ഈ ജനങ്ങളുടെ സഹകരണത്തിലൂടെയും ജനങ്ങളുടെ അനുഭൂതിയിലും അനുഭവത്തോടെ നടക്കേണ്ടതാണല്ലോ. അല്ല സർക്കാരിന്റെ കാര്യം താല്പര്യം പുറത്ത് നടക്കേണ്ടതല്ല. അപ്പൊ ആ നിലയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇത് മുതലതിന്റെ പറയേണ്ട കാര്യം, നമ്മുടെ ഒരു കാര്യം എനിക്ക് തോന്നുന്ന കാര്യത്തിന്റെ അകത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇതെല്ലാം ഭരണഘടന വിഭാഗം ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ആ ഓട്ടോണമിയാണ് പ്രധാനം. ആ ഓട്ടോണമി നിലനിർത്തുക എന്നുള്ളതാണ് അടിവരേണ്ട കാര്യം. അത് മാത്രമാണ് നമുക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കാൻ ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. 2018 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ആൾക്കാർ മിസ്സിങ് ആയത് ഒരു പക്ഷേ പലരും ഉന്നയിച്ചിട്ടുള്ള, ഇപ്പോൾ സിയാവു സലാം പുസ്തകം ഉന്നയിക്കുന്നുണ്ട്. കാര്യം മുസ്ലിം വോട്ടേഴ്സിൻ്റെ പേര് അപ്രത്യക്ഷമാവുന്നതിനെക്കുറിച്ചും. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ആൾക്കാർ ഇപ്പോൾ ഒരു പ്രത്യേക പോളിംഗ് സ്റ്റേഷനിൽ പോകാനായിട്ട് ചില വിമുഖത കാണിക്കും, പേടിയുണ്ടാവും. കാര്യം അതിൻ്റെ റിസൾട്ട് ഇതിലാണ്. അപ്പം അതിനൊക്കെ ആൾക്കാർക്ക് ഒരു വളരെ ജനാധിപത്യമായി വോട്ട് ചെയ്യാനും അതൊരു അവകാശമാണെന്ന് ഒരു എൻകറേജ് ചെയ്യാനുള്ള സംവിധാനം ആണ് ഇലക്ഷൻ കമ്മീഷൻ. പക്ഷേ ഇത് ഇലക്ഷൻ കമ്മീഷൻ പുറത്ത് നിൽക്കുന്ന കാര്യമാണ് കൂടിയാണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ സംജാത രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പേടിച്ചായിരിക്കും. പിന്നെ ഇപ്പോൾ ഉദാഹരണം നമുക്ക് പറയാം, ഇപ്പോൾ ഈ എന്താ പറയുക, പലപ്പോഴും സർക്കാർ തരം ജീവനക്കാർ ചെയ്യുന്ന പോസ്റ്റൽ വോട്ട് പോലും ചിലപ്പോൾ ഒരു ഭയത്തിൻ്റെ അടിസ്ഥാനം ചെയ്യുന്നതായിരിക്കാം. അവരുടെ താല്പര്യങ്ങളെ പുറത്തായിരിക്കണം എന്നില്ല. അതൊക്കെ മാറ്റുകയും അല്ലെങ്കിൽ സുതാര്യം ഉറപ്പുവരുത്താനും അവർക്ക് ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കാൻ നമ്മുടെ ഒരു പ്രത്യേക സംസ്ഥാനം, എല്ലാ സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾക്ക്, എല്ലാ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏജൻസികൾക്കും ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെ പ്രത്യേക സംഭവം വന്നിട്ടില്ലെങ്കിലും സിയാസുൽ സലാം സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്. പലതരത്തിൽ വോട്ട് ലിസ്റ്റിന് പോയിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതാത് സ്ഥലങ്ങളിൽ അത് പരിശോധിച്ച് ഉയർത്തിക്കൊണ്ടിരുന്നതാണത്. അത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. കാര്യം ആരാണ് പുറത്തു പോകുന്നത്, വളരെ സൂക്ഷ്മതലത്തിൽ പ്രവർത്തിച്ച് പുറത്താക്കാൻ പറ്റുമോ തുടങ്ങിയ ആൾക്കാർ വളരെ ഹൈലി ഒരു കാര്യം നമുക്ക് അറിയാവുന്ന കാര്യം, BJPയുടെ ഇലക്ഷൻ മിഷനറി നമ്മൾ എന്ത് പറഞ്ഞാലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു എനർജറ്റിക് മിഷനറി ഉണ്ട്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അത് ഫുൾ ടൈം പ്രവർത്തന മിഷനറിയാണ്. മാത്രമല്ല അവരുടെ കാര്യകർത്താക്കളും മറ്റൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇതിന് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഡാറ്റ വരെ അവർ ശേഖരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെ ഉണ്ട്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഹിസ്റ്ററിയിൽ അതുണ്ട്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ഡാറ്റ പല സ്ഥലത്ത് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ എത്രമാത്രം ഫലവത്താണെന്ന് എനിക്കല്ല. പക്ഷേ BJP അവരുടെ പല സംഘടനകളുടെയും പ്രത്യേക ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ അത്ര സൂക്ഷ്മമായ ഡാറ്റയുണ്ട്. അതൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യം ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടാണ്. നമുക്കൊരു വിമർശനം ഉന്നയിക്കാൻ ഇങ്ങനെ തെറ്റായി ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രത്യേകിച്ച് തെളിവ് നമ്മളും ഇല്ലെങ്കിലും, പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്ക് എങ്ങനെ അനുകൂലമായിട്ട് ഉപയോഗിക്കുന്ന, ആർക്കെതിരെ ഉപയോഗിക്കുന്ന കാര്യമൊക്കെ നമ്മൾ സശ്രദ്ധം ആലോചിക്കാൻ. അതൊക്കെ ഒരു വലിയ ഗവേഷണ വിഷയവും നമ്മുടെ സാമൂഹ്യ പഠിതാക്കൾക്ക് അന്വേഷിക്കുന്ന കാര്യമൊന്നും ഒരുപക്ഷെ ടെലിവിഷൻ ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലോ ഇതിനകത്ത് വരാതെ പോകുന്ന കാര്യങ്ങൾ. അതൊക്കെ വളരെ ഗൗരവമായിട്ട് വിഷയകാര്യം. ഡെമോക്രസി പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. വോട്ടിംഗ് എന്താ പറയുക, എത്ര ആൾക്കാർ എന്തുകൊണ്ട് പോൾ ചെയ്തില്ല എന്നുള്ള കാര്യം ഗവേഷണം അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഈ പ്രാവശ്യം നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പോളിംഗ് ശതമാനം കുറഞ്ഞു. പോളിംഗ് ശതമാനം പല സ്ഥലത്തും കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്നൊക്കെ അന്വേഷിക്കപ്പെടാൻ അതുണ്ട്. കാര്യം അത് നമ്മൾ വിസ്മരിക്കപ്പെടേണ്ട കാര്യമില്ല. കാര്യം അതിന് ചിലപ്പോൾ വോട്ടർമാരുടെ എണ്ണം, വോട്ടർ ഇൻക്ലൂഷൻ കുറവ് വരുന്നത് കൊണ്ടാവാം. അങ്ങനെ ആവാമല്ലോ. വോട്ടർ ഇൻക്ലൂഷൻ കുറവുണ്ടെന്നായിരിക്കും. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ബോംബെയിലൊക്കെ എനിക്ക് തോന്നുന്നു ഫെറ്റീഗ് ഉണ്ടാവാം വോട്ടേഴ്സിന്. ഇപ്പോൾ ഈ ഗവൺമെന്റിനോട് ഒരു മടുപ്പ്, ഒരു പക്ഷേ അവരൊക്കെ ഈ ഗവൺമെന്റ് അനുകൂലമായി വോട്ട് ചെയ്യണ്ടായിരിക്കും. പക്ഷേ അവർക്ക് വലിയൊരു മടുപ്പുണ്ടായിരിക്കാം. ഈ ഒരു വോട്ടർ ഫെറ്റീഗ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടാകും. അതൊക്കെ വളരെ ഗൗരവാന്വേഷണ കാര്യം. ഇതൊന്നും നമ്മുടെ ചർച്ചകളിൽ നിന്ന്
ഒഴിഞ്ഞു പോണ കാര്യങ്ങൾ. അതൊക്കെയാണ് ജനാധിപത്യ സംബന്ധിച്ച ഈ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇലക്ഷൻ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് വിധി വന്നു, നിർണായകമായ വിധി വന്നു. നിലനിൽക്കുന്ന BJP സർക്കാർ പ്രതീക്ഷിച്ച സീറ്റിനെക്കാട്ടും വളരെ ദൂരം താഴെ പോയി. അവർക്ക് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ ഭൂരിപക്ഷം ഇല്ല. ഘടകകക്ഷികളെ ആശ്രയിച്ച് വേണം ഭൂരിപക്ഷം ഇതാക്കാൻ. ഘടകകക്ഷികൾക്ക് തന്നെ ചേർന്നാൽ പോലും 300 താഴെയുള്ളൂ. കഴിഞ്ഞാൽ BJP ഒറ്റയ്ക്ക് 303 ഉണ്ട്. അപ്പോൾ ഈ സിനാറിയോ തന്നെയാണ് നമ്മളുള്ളത്. പക്ഷേ ഇനി നമ്മുടെ ചർച്ചകൾ മുഴുവൻ പുതിയ ഗവൺമെൻറ് ഫോർമേഷൻ ആയി. പക്ഷേ നമ്മൾ നാളെ വിട്ടുപോകാൻ പോകുന്ന ജനാധിപത്യ സൂക്ഷ്മതലങ്ങളിലെ പ്രവർത്തനം, എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല ആൾക്കാർ, എത്ര ശതമാനം, എന്താണ് വോട്ട് ചെയ്യാൻ കുറവുണ്ടായത് തുടങ്ങിയ ആ വിഷയങ്ങൾ പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമല്ല. പക്ഷേ ബദൽ മാധ്യമങ്ങളെല്ലാം അന്വേഷിക്കേണ്ട കാര്യം, ഗൗരവം അന്വേഷിക്കേണ്ട കാര്യം, ജനാധിപത്യ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യമാണത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം, അത് ഏതൊക്കെ വിഭാഗങ്ങളാണ് വോട്ട് ചെയ്തിരുന്നത്, എന്തുകൊണ്ട് വോട്ട് ചെയ്തിരുന്നു, വോട്ടർ ഫെറ്റിക്കും ഇത് മാത്രമായിരിക്കില്ല, മറ്റ് സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വരുന്നതിന് കാരണം എന്ത്, അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരം സൂക്ഷ്മ തലങ്ങളിലെ അന്വേഷണം നടത്തേണ്ടത് അത് വളരെ അക്കാഡമിക് ആയിട്ടുള്ള വർക്കും കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ BJP ഒരിക്കലും ജയിക്കില്ല എന്നുള്ളൊരു ധാരണ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കുറേ വർഷങ്ങളായി അങ്ങനെയുള്ളൊരു ഇംപ്രഷനാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള ആളുകൾക്ക് കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. മേ ബി മലയാളികളായിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതുന്ന മാധ്യമപ്രവർത്തകർക്കൊക്കെ അതിൽ വലിയൊരു റോൾ ഉണ്ടാവാം. ഇതിനെ ഒരു ഭയങ്കര പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമായി അവതരിപ്പിക്കുന്നതിൽ. അപ്പോൾ അങ്ങനെ ഒരു മതേതര സാക്ഷര സമൂഹമാണ് കേരളം, അത് വർഗീയതയെ എതിർത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്തും തൃശ്ശൂരിൽ ഒരു BJP കാൻഡിഡേറ്റ് ജയിച്ചു എന്നുള്ളതാണ്. ഈ കാൻഡിഡേറ്റിന്റെ പ്രചരണം തന്നെ ഭയങ്കര കമ്മ്യൂണൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് വിശ്വാസികളെ മാത്രമാണ് ഞാൻ പരിഗണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് വരെ ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു കാൻഡിഡേറ്റ് ആണ് സുരേഷ് ഗോപി. പിന്നെ അതുമാത്രമല്ല, പലതരത്തിലുള്ള മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വയലേഷൻസ് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം അപ്പുറത്ത് ജനങ്ങളെ പ്രജകൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഒരു ഇമേജ്, ഈ പറഞ്ഞ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു ഇമേജ് ഇന്ന് മാറിയിരിക്കുകയാണ്. മൊത്തത്തിൽ അത് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട് BJPയുടെ മാത്രമല്ല നമ്മൾ കാണുന്ന കേരളത്തിലെ ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് LDF ഗവൺമെൻറ്റിൻ്റെ ഒരു എതിരെയുള്ളൊരു വിധിയെഴുത്തും കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം അങ്ങനെ ഫീൽ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. LDFിൻ്റെ ഒരു കാൻഡിഡേറ്റ് മാത്രമാണ് ഇന്ന് ജയിച്ചിട്ടുള്ളത്, K. രാധാകൃഷ്ണനാണ്. ഗവൺമെൻറ് തന്നെ നല്ല പെർഫോമർ എന്നറിയപ്പെടുന്ന മന്ത്രിയാണ് K. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന് ഏതാണ്ട് പക്ഷേ 19,000 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു വൻ വിജയമൊന്നുമല്ല. ആലത്തൂരൊക്കെ CPM ഒരു കോട്ടയാണ്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് വൻ ഭൂരിപക്ഷം ജയിച്ച സ്ഥലമാണെന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുപോലെ A. വിജയൻ പോൾ ബ്യൂറോ അംഗത്തിൻ്റെ തോൽവി, ചെറിയ ഭൂരിപക്ഷം തന്നെ, വൻ ഭൂരിപക്ഷം VK ശ്രീകണ്ഠൻ ജയിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെയാണ് ജയിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു വരുന്നത്. എക്സിറ്റ് പോളിൽ പറഞ്ഞത് 27%, വോട്ട് പേഴ്സൻ്റ് ഇപ്പോഴും 27, എക്സിറ്റ് പോൾ പറഞ്ഞ 27% BJP കിട്ടുന്നുള്ളൊരു കണക്കാണ് അവതരിപ്പിച്ചത്. 29% CPM ഉണ്ടായിരിക്കുന്നുള്ളത്. അത് കേട്ട വശം എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോളിനെ കുറിച്ച് നമ്മുടെ ആദ്യത്തെ സംശയം ഉണ്ടായിച്ചത് അവിടെ നിന്ന് തന്നെയാണ്. കാര്യം കേരളത്തിൽ പോലെ നമുക്കറിയുന്ന കേരളത്തിൽ 27% BJP കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ പലരും പറഞ്ഞിരുന്ന കാര്യം, ഇപ്പം നേമത്ത് മുരളിയുടെ കാൻഡിഡേറ്റ്സിനുണ്ടായ സമയത്ത്, മുരളീധരൻ്റെ കാൻഡിഡേറ്റ് സമയത്ത് ഒരു തരത്തിൽ അവിടുത്തെ BJP കാൻഡിഡേറ്റ് തോൽപ്പിക്കുന്നതിലേക്ക് സഹായിച്ചു. കാര്യം അതങ്ങനെയാണ്, അവിടുത്തെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു കാസ്റ്റ് ഇക്വേഷനൊക്കെ വെച്ചിട്ട് ആ വോട്ടിനെ പ്രതിരോധിക്കാൻ. അതുപോലെ തന്നെ ഇവിടെ അത്തരമൊരു പ്രതിരോധം, ഇവിടെ സുരേഷ് ഗോപിൻ്റെ ഒരു കാസ്റ്റ് ഇക്വേഷനെ വെച്ചിട്ട് ഒരു പ്രതിരോധം ഉയർത്താൻ മുരളീധരന് സാധിക്കും. ചിലപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് LDF ജയിക്കുന്നൊരു ആലോചന പൊതുവുണ്ടായിരുന്നു. പക്ഷെ നമ്മളന്ന് കാണുന്നത് നേരെ മറിച്ചൊരു എഫക്റ്റ് ഉണ്ടായത്. കാരണം സെക്യുലർ എന്ന് വിളിക്കാവുന്ന വോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പൊളിറ്റിക്കൽ വോട്ട് 2 way സ്പ്ലിറ്റ് ആവുന്നതാണ് കാണുന്നത്. സുരേഷ് ഗോപി ഒരു BJP കാൻഡിഡേറ്റും അതുപോലെ പ്രജ എന്നുള്ള കാര്യം പറഞ്ഞ ബ്രാഹ്മണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു ഒട്ടനവധിക്കാരോ അതുപോലെ മൊഴിയുടെ അടിമാന്ന് പണ്ട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും തൃശ്ശൂർ ജയിക്കുന്ന തികച്ചും BJPയുടെ വോട്ട് കൊണ്ട് മാത്രമെന്ന് എനിക്ക് തോന്നില്ല. കുറച്ച് കാലമായിട്ട് രണ്ടുകളെ പരാജയപ്പെട്ടാണ് തൃശ്ശൂർ, കുറച്ച് കാലമായിട്ട് തൃശ്ശൂർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൃശ്ശൂർ പല കാര്യങ്ങളും ഭാഗമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ആ നിലയ്ക്ക് നടന്നിട്ടുണ്ടാവാം. പക്ഷെ അതേസമയം തന്നെ അത് നടക്കുമ്പോൾ തന്നെ BJP എന്ന രാഷ്ട്രീയ പ്രതിഭാസം തന്നെയാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ നടന്നോ ഈ സംശയമുണ്ട്. കാര്യം ഹിന്ദു കൺസോൾട്ടേഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ ഈ നിലയ്ക്ക് റിസൾട്ട് ഉണ്ടാവുക, കാര്യം ഇതിനെക്കാട്ടും വോട്ട് ശതമാനം ഉയർന്നേനെ. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയം, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പും രാജഗോപാൽ ജയിച്ച നിയമസഭയിൽ എത്തിയിട്ടുണ്ട്.
അപ്പോൾ കേരളം BJP ഒരു നിർമുക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമാണെന്നുള്ളൊരു തരത്തിൽ ഒരു നമ്മുടെ സങ്കല്പമാണത്. അത് ഈ ട്രയാങ്കുലർ കോണ്ടസ്റ്റിലും മറ്റു തരത്തിലൊക്കെ അതങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ BJPക്ക് അത്യാവശ്യം സ്വാധീനമുണ്ട്. BJPയുടെ ആശയങ്ങൾ ടെലിവിഷൻ ചാനലിലൂടെ നിരന്തരം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ BJP വളരെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും BJP ഉണ്ട്. പിന്നെ മറ്റ് പല സ്ഥലം ഇപ്പോൾ എന്താ പറയുക, തിരഞ്ഞെടുക്കപ്പെടാതെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ബോഡികളിൽ വരെ BJP എത്തുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രസൻസ് കേരളത്തിലുണ്ട്, നമ്മളത് കാണാതിരിക്കേണ്ട. അപ്പോൾ അതിൻ്റെ റിസൾട്ട് തൃശ്ശൂർ അതിന് പറ്റിയായിരുന്നു. മാത്രമല്ല ഈ തൃശ്ശൂർ എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് നരേന്ദ്രമോദി വളരെ ഗൗരവമായിട്ട് നോക്കിയിരുന്നു. 3-4 തവണ എനിക്ക് വന്നിട്ടുണ്ട് ക്യാമ്പയിൻ ചെയ്യാണ്ട്. അപ്പോൾ വളരെ അതിനൊരു അത്രയും എഫക്റ്റീവായി വർക്ക് കാണുന്നുണ്ട്. ഓരോ വീട് വിടാന്തരം കയറി വർക്ക് നടന്ന മറ്റു തരത്തിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതിനൊപ്പം അവർക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടാവണമെന്നില്ല. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്ന ഒരു തരത്തിൽ BJPക്ക് അനുകൂലമായിട്ട് തരത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതിൽ കേരളത്തിലെ ഇപ്പോൾ തൃശ്ശൂർ പ്രബലമായിട്ടുള്ള സമുദായങ്ങളൊക്കെ തന്നെ ആ നിലയിലൊരു ചിന്ത ഒരുപക്ഷെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടാവും. ഞാനത് എടുത്തു പറയുന്നില്ല, കാരണം അത്തരം ഒരു ഇതൊക്കെ വന്നിട്ടുണ്ടാവണം. കാരണം കേരളത്തിൻ്റെ തൃശ്ശൂരിൻ്റെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുകൊണ്ട്. ഒപ്പം തന്നെ നമ്മൾ കാണുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുരളീധരനും സുനിലും കിട്ടുന്ന വോട്ട് രണ്ടായി പോയി. ഒരാൾ ചിലപ്പോൾ വീക്ക് കാൻഡിഡേറ്റ് ആണെങ്കിൽ ജയിച്ചു വരായിരുന്നു. അതുപോലെ TN പ്രതാപനെ ഇലക്ഷൻ പിന്മാറ്റിയതും ഒരുപക്ഷെ ചില മേഖലകളിലൊക്കെ ചിലപ്പോൾ ഗുണകരമായി മുരളിക്ക് ഭവിച്ചിട്ടുണ്ടാവില്ല, മുരളീധരന് ഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നോട് ആരും സൂചിപ്പിച്ച പോലെ ഗുരുവായൂർ ഭാഗത്ത് എന്തോ ചെറിയ നേരിയ ഭൂരിപക്ഷം ഉണ്ട്. കാര്യം ഗുരുവായൂർ വ്യത്യസ്തമായ ഗുരുവായൂർ ആ ഭാഗമൊക്കെ ഈ ഭാഗത്ത് നിന്ന് തൃശ്ശൂരിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വ്യത്യസ്തമായിട്ട് റിസൾട്ട് വരുന്ന സ്ഥലമാണ്. അവിടെ നേരിയ ഭൂരിപക്ഷം എന്നാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട്. BJP സുരേഷ് ഗോപി അല്ല, BJP ജയിച്ചിരിക്കുന്നു എന്നുള്ള കേരളത്തിൽ BJP ജയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വലതുപക്ഷപരമായ ആശയം വളരെ കൃത്യമായി പ്രകടിപ്പിക്കുന്ന ആളാണ്. BJPയുടെ ആശയം എന്നുള്ളക്കാൾ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ BJPയുടെ രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവരൊന്നും പക്ഷേ ബ്രാഹ്മണനായി ജനിക്കണം എന്നൊരു പറഞ്ഞ ആൾക്കാരല്ല. പക്ഷേ നമ്മുടെ 2 കാൻഡിഡേറ്റ് കേരളത്തിൽ BJPയുടെ, ഒന്ന് കൊല്ലത്തെ കൃഷ്ണകുമാറാണെങ്കിലും തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ സിനിമാ മേഖലയിൽ നിന്ന് വരുന്നതാണ്. അവർക്ക് അവരുടേതായ ഒരു ഗ്ലാമർ ഉണ്ട്. പക്ഷെ അവർ BJPക്ക് അപ്പുറം ഒരു വലതുപക്ഷ രാഷ്ട്രീയമുള്ളവരാണ്. അവർ കൃത്യമായിട്ട് ജാതി ഇതൊക്കെ പ്രകടിപ്പിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കുന്നത്. അതെ, പക്ഷേ BJP നേതാക്കൾ അങ്ങനെ ചിലപ്പോൾ ചെയ്യണമെന്നില്ല. BJPയുടെ പ്രമുഖ നേതാക്കൾ പോലും അത്തരം രാഷ്ട്രീയം ഇപ്പോൾ പാറ്റിങ്ങിന് മത്സരിക്കുന്ന KM മുരളീധരൻ അങ്ങനെ ഒരു രീതിയിൽ അഭിപ്രായം പറയണമെന്നില്ല. പക്ഷേ ഇവരത്തരം പലദോഷ രാഷ്ട്രീയം പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആൾക്കാരാണ്. പക്ഷെ അത് ജയിച്ചു എന്നുള്ളതൊരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. അനുകൂലമായ അന്തരീക്ഷം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പല ഘടകങ്ങളും ഉണ്ടാവാം. അത് BJPക്ക് അനുകൂലമായി മാത്രം ഘടകമല്ല. ആ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്. BJPക്ക് അനുകൂലമായ ഘടകം ആ വലതുപക്ഷ രാഷ്ട്രീയത്തിന് തൃശ്ശൂർ ഒരു സ്വാധീനത ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അതിന് പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇസ്രായേലിനെതിരെ പറഞ്ഞ ഇസ്രായേൽ അനുകൂലമായിട്ട് പറഞ്ഞു ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ സ്വാധീനം ചെലുത്തി നമുക്കറിയില്ല. അപ്പോൾ ആ വലതുപക്ഷ ആശയം എന്ന് പറയുന്ന കാര്യത്തിന് വലിയ സ്വീകാര്യത ഉണ്ടായിട്ടുണ്ടെന്നത് വസ്തുതയാണ്. നമ്മൾ അംഗീകരിക്കുക നിവൃത്തിയുള്ളൂ. പക്ഷേ ഇപ്പുറത്ത് 2 വോട്ട് ചെറിപ്പോവും ചെയ്തു. ഇപ്പോൾ ഒരു ട്രയാങ്കുലർ അല്ല കോണ്ടസ്റ്റ് എങ്കിൽ ഇങ്ങനെയായിരിക്കും ചില പ്രസിഡന്റ് ഉണ്ടാവുക, ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷെ എന്നാലും ചെറിയ ഭൂരിപക്ഷം അല്ല, അത്യാവശ്യം നല്ല ഭൂരിപക്ഷം, 70,000 ഭൂരിപക്ഷം. അപ്പോൾ നമ്മുടെ മുമ്പിൽ യാത്ര നിൽക്കുന്നുണ്ട്. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം ഒരു ഇത് ലോഞ്ചിങ് വേർഡായിട്ട് കാണാം. തുടർന്നുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ അവർ തന്നെ ഇത് പ്രവർത്തിക്കാം. തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് BJPക്ക് പല സ്ഥലങ്ങളും അവർ സ്വാധീനമുണ്ട്. അപ്പോൾ തിരുവനന്തപുരം അടുത്ത ഇലക്ഷൻ തിരുവനന്തപുരമായിരിക്കും. ആസൂത്രമായി പ്രവർത്തിച്ചാൽ അവർക്ക് ഇപ്പോൾ ഞാനിന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ വോട്ട് കിട്ടി നോക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളൊക്കെ വൻ ഭൂരിപക്ഷം ശശിധരനെക്കാളും അതായത് കോൺഗ്രസിനാളും ഭൂരിപക്ഷം BJPക്ക് ഉണ്ട്. അപ്പം നാളത്തെ തെരഞ്ഞെടുപ്പ് ഇത്തരം സ്ഥലങ്ങളിലെ ട്രയാങ്കുലർ കോണ്ടസ്റ്റിലേക്ക് പോകുന്നതോടുകൂടി അവിടെയൊക്കെ ഒരു മേജറായിട്ട് മുന്നേറിക്കൂടാന്നില്ല. ഇത് യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. രാഷ്ട്രീയമായിട്ട് നേരിടാനായിട്ട് കെൽപ്പില്ലെങ്കിൽ അത്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന് സ്വാധീനം ഉണ്ടാവും. അതിനെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ പരദൂഷണം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കുറച്ച് രാഷ്ട്രീയമായി അഭിമുഖീകരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ വസ്തുത. കേരളത്തിൽ എന്തുകൊണ്ടാണ് BJPക്ക് ജയിക്കാൻ ഇത്രയും അവകാശവാദങ്ങൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ലെഫ്റ്റ് പാർട്ടികൾ അല്ലെങ്കിൽ ലെഫ്റ്റ് സ്ട്രീമിലുള്ള ആളുകൾ അങ്ങനെ ഭയങ്കര BJP റെസിസ്റ്റന്റ് ആണ് കേരളം എന്ന് പറയുന്ന സമയത്ത് പോലും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ മൊത്തത്തിൽ ഈ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതികൾ പരിശോധിക്കേണ്ടതല്ലേ മൊത്തത്തിൽ? ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തീർച്ചയായും ഇത് വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ആൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം തീർച്ചയായിട്ടും ഉത്തർപ്രദേശ് ബീഹാറിലൊക്കെ ഉണ്ട്. കേരളത്തിൻ്റെ അകത്ത് BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ളതിനേക്കാൾ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ട്. അതിൻ്റെ അകത്ത് അതിൻ്റെതായ മുസ്ലിം വിരുദ്ധത, BJPയുടെ മുസ്ലിം വിരുദ്ധത, ഇസ്ലാം വിരുദ്ധത, അല്ലെങ്കിൽ ഇസ്രായേലിനുള്ള പക്ഷപാതം, ഇങ്ങനെ ഇപ്പോൾ ഒരു ഇസ്രായേലിനെ കുറിച്ചൊന്നും ഉത്തർപ്രദേശുകാർ ഡിബേറ്റ് ചെയ്യുന്നത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഡിബേറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു സവർണ വിഭാഗങ്ങളാണെങ്കിലും സാമ്പത്തിക ഉയർന്ന വിഭാഗങ്ങളാണെങ്കിലും സവർണ സമൂഹത്തിലെ സാമ്പത്തിക ഉയർന്ന വിഭാഗങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഇത്തരം വലതുപക്ഷ രാഷ്ട്രീയത്തിൽ അതിനോട് അനുകൂലമായ നിലപാടുള്ളവരാണ്. ആ വലതുപക്ഷ ശരിയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ആ വലതുപക്ഷ രാഷ്ട്രീയം പ്രസക്തമാണെന്ന് വിചാരിക്കുന്നവർ. അവർ ഈ പ്രജ എന്ന് വിളിക്കുന്നൊരിട്ടോ അവമാനം കാണുന്നവരല്ല. അപ്പം അത്തരം ഒരു അന്തരീക്ഷം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്ത ചില പ്രദേശങ്ങളുണ്ട്. തൃശ്ശൂരിൽ ഉണ്ടാവണം, തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ഉണ്ടാവണം.
അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഇത്ര വലദോഷ രാഷ്ട്രീയം പ്രമുഖമാണ് കേരളത്തിൽ. ഈ വലദോഷ രാഷ്ട്രീയം പലപ്പോഴും BJP-യിലൂടെ മാത്രം വരുന്ന രാഷ്ട്രീയമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അട്രൻസസിലും ഒക്കെ തന്നെ ഇത്ര വലദോഷ രാഷ്ട്രീയം അറിഞ്ഞോ അറിയാതെ പറയുന്നുണ്ട്. ഇവരവർ മാത്രമല്ല, നമ്മുടെ ടെലിവിഷൻ ചാനൽ വന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന പല ആൾക്കാരും സ്വതന്ത്രമെന്ന് നിഷ്പക്ഷമെന്ന് അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് വന്ന ആൾക്കാരും ഇത്ര വലദോഷ രാഷ്ട്രീയം പറയാൻ യാതൊരു മടിയും കാണിക്കാതെ അവർക്ക് വലിയ പ്രോത്സാഹനമുണ്ട്. അത് തെറ്റല്ല എന്നാണ് ചാനൽ കാണുന്നത്. ശരിയായിരിക്കാം, കാര്യം എല്ലാ അഭിപ്രായമാണ്. പക്ഷെ നമ്മളെപ്പോഴും കാണേണ്ട കാര്യം ജനാധിപത്യത്തെ ഏറ്റവും എന്താ പറയുക ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ള ആരാന്നറിയോ? വലദോഷമാണ്. പലപ്പോഴും ഈ മറ്റാൾക്കാർക്ക് സ്പേസ് കിട്ടില്ല. കാര്യം വ്യത്യസ്ത ഇപ്പം എന്താ പറയാം, നമ്മുടെ ടെലിവിഷൻ ചാനലൊരു ആദിവാസി ഗോത്ര രാഷ്ട്രീയം പ്രതിനിധാനിക്കുന്ന ആൾക്ക് ഒരു ചർച്ചയിൽ എന്ത് സ്പേസാണ് ഉള്ളത് അവർ രാഷ്ട്രീയം പറയാൻ? പക്ഷെ ഒരു വലദോഷ രാഷ്ട്രീയം പറയുന്ന ആൾക്ക് അയാളുടെ സ്ഥാനവും മാനം വെച്ച ആൾക്ക് അത് തീർച്ചയായിട്ടും ഇടം നൽകും. പക്ഷെ ആ വ്യക്തി തന്നെ വലദോഷ രാഷ്ട്രീയം അടിയിൽ എഴുതി കാണി ഞാൻ വലദോഷ രാഷ്ട്രീയക്കാരനെ പറയും. എവിടെയാണ് തമാശ? വലദോഷ രാഷ്ട്രീയം ക്ലെയിം ചെയ്യാനും പഠിക്കും, അദ്ദേഹം വലദോഷ രാഷ്ട്രീയം പറയുകയും ചെയ്യും. എന്നിട്ട് അവർക്ക് വേണ്ട പോലെ പ്രോത്സാഹനം നൽകും, അവരുടെ സ്പേസും കൊടുക്കും, അതിനെന്തൊരു അവർക്ക് താരപരിവേഷം നൽകും. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെ റദ്ദാക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. റദ്ദാക്കാൻ നമുക്ക് പറ്റൂല. കാര്യം എല്ലാവരുടെ അഭിപ്രായം അവിടെ തന്നെ കിടക്കും. ആരുടെ അഭിപ്രായമാണെങ്കിലും അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിന് വലിയൊരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് വിശുദ്ധമായ അഭിപ്രായമായിട്ട് പ്രചരിപ്പിക്കും. പല ആൾക്കാരും സ്വമേധേന വലദോഷ ആശയം പ്രചരിപ്പിക്കാൻ മടിക്കാത്ത ആൾക്കാരാണ് ഇതിലല്ല. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നത് BJP-യിൽ നിന്ന് മാത്രമല്ല വലദോഷ രാഷ്ട്രീയം വരുന്നത്. BJP-യുടെ രാഷ്ട്രീയം പറയും വലദോഷ രാഷ്ട്രീയം പലപ്പോഴും പ്രകടിപ്പിക്കുന്നതും ആശയപ്രചാരകരാവുന്നതും മറ്റു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവർ പല കാര്യങ്ങൾക്കും നിലപാടിൽ ആ നിലയ്ക്കാണ്. ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, പല വീഡിയോ ചെയ്യുന്ന നമ്മുടെ പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളും അവർ കൃത്യമായിട്ട് വലദോഷ ആശയം ഇടയിൽ കൂടെ കയറ്റും. അവർ ബോധപൂർവ്വം കയറ്റുകയാണോ അതോ അവരുടെ ഉള്ളിൽ തന്നെ വലദോഷ ആശയമാണോ വരുന്നത്? പക്ഷേ അതിനെ കൂടെ വന്നിരിക്കും. അത് സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ക്ലിപ്പുകളൊക്കെ നമുക്ക് വാട്സാപ്പായി വരുന്നുണ്ട്. എൻ്റെ വലദോഷ രാഷ്ട്രീയം. അപ്പോൾ ഇസ്രയേൽ എന്ന വിഷയം എടുത്താൽ ആ വിഷയത്തെ കേന്ദ്രീകരിച്ചാൽ എത്രമാത്രം വലദോഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ. ഇസ്രയേലുമായി ബന്ധപ്പെട്ട് ഹമാസായി ബന്ധപ്പെട്ട് എത്ര വലദോഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നുണ്ട്, ഏതൊക്കെ രീതിയിൽ. അപ്പോൾ അതൊക്കെ തന്നെ ഈ അതേസമയം തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന റഫേലെ ഈ വിഷയം തന്നെ എത്ര വികൃതമായിട്ടാണ് ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ഇതിനെതിരെ US-ലും മറ്റും നടന്ന പ്രൊട്ടസ്റ്റുകൾ പരിഹാസമായ വിധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മളെന്തോ പ്രോത്സാഹിപ്പിച്ച് നമ്മളെന്തോ സ്ഥാനം കൊടുക്കുകയാണ്. ഈ എക്സിറ്റ് പോളിൻ്റെ ചർച്ചയിൽ ഞാൻ കണ്ടു വളരെ പ്രമുഖരായിട്ടുള്ള അക്കാഡമിക്കുകൾ വന്നിട്ട്, പൊളിറ്റിക്കൽ സയൻസ് അക്കാഡമിക്കുകളാണ്, വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ആ മേഖലയിൽ വർക്ക് ചെയ്ത ആൾക്കാരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ആൾക്കാരാ ക്ലീൻ ആയിട്ട് ഇത് ശരിയാണെന്നാണ് പറയുന്നത്. ഒരു ആലോചനയില്ലാതെ. കാര്യം ഇതിനോടൊപ്പം തന്നെ കാര്യം അവർ രണ്ടു വട്ടം ആലോചിക്കാൻ, അവർ വളരെ ക്രിട്ടിക്കലായിട്ട് ആ എക്സിറ്റ് പോളിനോട് പ്രതികരിക്കാൻ ബാധ്യതപ്പെട്ട ആൾക്കാർ ഇത് അംഗീകരിച്ചുകൊണ്ട് ശരിയാന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പക്ഷെ അവർക്ക് വലിയ സ്വീകാര്യത നമ്മുടെ മാധ്യമങ്ങളുണ്ട്. അതേസമയം തന്നെ വിമർശനാത്മകമായ അഭിപ്രായം പറയുന്നവർ, അത്തരം വ്യത്യസ്ത ധാര പറയുന്നവർക്ക് തന്നെ ഇതിൻ്റെ അകത്ത് പുറന്തള്ളപ്പെട്ടവരാണ്. അവർക്ക് യാതൊരു തരത്തിലും ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഇത്തരം ആർക്കാണ് പ്രോത്സാഹനം കിട്ടുക? അപ്പോൾ ഈ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വലതുപക്ഷ ആശയത്തിൻ്റെ പ്രചരണമായിട്ട് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ മാറിയെന്നത് വസ്തുതയാണ്. അതിൻ്റെ പ്രത്യാഘാതം സമൂഹത്തിൽ എല്ലാ സ്ഥലത്തുണ്ട്. അത് ഏതൊക്കെ രൂപത്തിൽ അതിൻ്റെ അനുരണങ്ങളിൽ ഭാവിയിൽ ഉണ്ടാവും നമ്മൾ കണ്ടറിയാനേ ഉള്ളൂ. പക്ഷെ എന്നിട്ടും ഈ മുഖംമൂടി ഇട്ടുകൊണ്ട് ഇടതുപക്ഷക്കാരെന്ന് നടിക്കുന്നതാണ് ഇതിനകത്ത് ജാട. ഇടതുപക്ഷ ആശയം പറയുന്നവർ, ഭയങ്കര അവകാശത്തിൻ്റെ ആൾക്കാർ പറയുന്നവർ, മനസ്സിലായി CPM വിമർശനത്തിൻ്റെ പേരിൽ എന്താ പറയുക വലദോഷ ആശയം പ്രചരിപ്പിക്കുക. അതുകൊണ്ട് CPM എന്ന് പറയുന്നത് CPM വിമർശിക്കേണ്ടതല്ല, CPM വിമർശിക്കപ്പെടേണ്ട രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഇതൊക്കെ വലദോഷ ആശയ പ്രചരണത്തിന് ഭാഗമാക്കി മാറ്റുന്നൊരു പ്രവണത കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കിടയിൽ വൻതോതിലുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ഈ ആശയം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നിഷ്പക്ഷവുമല്ല, സ്വതന്ത്രവുമല്ല, ഒരു സാമൂഹ്യബോധന അടിസ്ഥാനപ്പെടുത്തിയുമല്ല. വായനയുടെ ചിന്തയുടെ പരിസരം അതിനകത്തില്ല. ഇത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇതിലൂടെയാണ് കാര്യങ്ങൾ പലപ്പോഴും വിന്യസിക്കപ്പെടുന്നത്. BJP-യുടെ രാഷ്ട്രീയം മാത്രമല്ല, വലതുപക്ഷ രാഷ്ട്രീയമാണ്. ഒരു കോൺക്രീറ്റ് ആയിട്ട് അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. എന്താണെന്നുള്ളത് അത് സമൂഹത്തെ കാണുന്ന രീതിയുണ്ട്, സ്ത്രീകളെ കാണുന്ന രീതിയുണ്ട്. ആ അവകാശത്തിൻ്റെ ഭാഷ സംസാരിക്കും. പല അവകാശം നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിലപാടെടുക്കുകയും ചെയ്യും. നമ്മൾ സാമൂഹികമായിട്ട് ചില തെറ്റുകൾ കാണുമ്പോൾ അതിന് അനുകൂലമായ നിലപാട് അവർ എടുക്കാറുണ്ട് പല ഇതും. പക്ഷെ അതിലൂടെ പെട്ടെന്ന് അതിന് വേറൊരു വ്യാഖ്യാനം, ഒരു വലതുപക്ഷ രാഷ്ട്രീയ നിലപാടുകൾ വന്നിട്ട് അതിന് വേറെ ഇതിലാണ് അവതരിപ്പിക്കുക. അപ്പം അതിന് സ്വീകാര്യത കിട്ടും. കാര്യം യഥാർത്ഥം ഉന്നയിക്കപ്പെടുന്ന വിഷയം വേറൊന്നായിരിക്കും, പക്ഷെ അതിലൂടെ വരുന്ന വേറൊരു കാഴ്ചപ്പാടായിരിക്കും. ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലം 10, 15, 20 വർഷമായിട്ട് ദൃശ്യമാധ്യമങ്ങളുടെ വലിയ തോതിൽ നടക്കുന്ന കാര്യമാണ്. ഇത് റെസിസ്റ്റ് നമുക്ക് യാതൊരു സ്കോപ്പില്ല. ബദൽ മാധ്യമങ്ങളാണ് ഇതിന് റെസിസ്റ്റ് ചെയ്യണത്. അവരെ സംബന്ധിച്ചുള്ള ഗൗരവമായിട്ട് കുറച്ച് ആൾക്കാർ കാണുന്നപ്പുറം അതിൻ്റെ റീച്ച് താരതമ്യം മറ്റുള്ള പോലെ വലിയ മൂലധന സംരംഭമോ അല്ലെങ്കിൽ എന്താ പറയുക മോഷ്ടിച്ചു കൊണ്ടുവന്ന പണമോ, എന്താ പറയുക അങ്ങനെ കവർന്നെടുത്ത പണമോ തട്ടിച്ചുണ്ടാക്കിയ പണമൊന്നും ഇതിനകത്തില്ലല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ പല മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത്. അവരുടെ ഫണ്ട് സോഴ്സ് തന്നെ സംശയാസ്പദമാണ്. അവർ തന്നെ അത്ഭുതകരമായിട്ടുള്ള കാര്യം ഒന്ന് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ചില ചാനൽ ചർച്ചകളെ കാണുന്നൊരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. സാധനങ്ങൾ കാണാത്ത കാര്യമാണ്. ഈ പ്രൊഫഷണൽ ജേർണലിസ്റ്റുകൾ മാത്രമല്ല, അത് ഈ സ്ഥാപനത്തിൻ്റെ കടയുടമകൾ തന്നെ വന്ന അഭിപ്രായം രേഖപ്പെടുത്തി പോകുന്ന അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഇതൊക്കെ ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുന്നു പറയുന്നത്
ഒരു പക്ഷേ പുതിയ കാലത്ത് ഇതൊന്നും ജേർണലിസം അങ്ങനെ ഒരു പ്രത്യേക ഒരു മേഖലയല്ല എന്നുള്ളത് മാറിയോണ്ടായിരിക്കും, ആർക്കും എന്താ അഭിപ്രായം പറയാന്നുള്ളത് സമയത്ത് വന്നായിരിക്കും. അതൊരു വിധത്തിൽ നല്ലതാണ്. പക്ഷെ അതിലൂടെ വരുന്നത് ഈ റൈറ്റ് വിങ് ഐഡിയ ആണ്. ഇന്നിപ്പോ ഭയങ്കര പ്രൊമിനന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഹിന്ദി മാധ്യമങ്ങൾ അതെല്ലാം ചെയ്യുന്ന ജേർണലിസം എന്ന് മുഴുവൻ പറയാൻ പറ്റാത്തൊരു വർക്കാണ്. ഭയങ്കര ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ട്വിറ്റർ പോളിന് വേണ്ടി ആൾക്കാരോട് ചെയ്യാൻ, ഒരു ട്വിറ്റർ പോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുന്ന രീതിയിലുള്ള ഹെയ്റ്റ് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. അതിനൊന്നും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയാനുള്ളൊരു നിയന്ത്രണ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും ഒരു ആങ്കറെ അവതരണത്തിൽ നിന്ന് വിലക്കിയാൽ പോലും അവർ പിന്നെയും വരുന്നുണ്ട് അവിടെ, അല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തിൽ അവർ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വാർത്താ കൾച്ചറിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് പല യൂട്യൂബർമാരുടെയും എമർജൻസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? വലിയ കോൺട്രിബ്യൂഷൻ. ഇന്ത്യൻ ജനാധിപത്യം രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഇത് നമ്മുടെ രവീഷ് കുമാർ, ധ്രുവ് രാത്തി, ഫയസ് ഡിസൂസ എന്നാണ് പേര്, ഡിസൂസ, അങ്ങനെ ഒരുപാട് പേര്. ധ്രുവ് രാത്തിയുടെ ഒരു വീഡിയോൻ്റെ അകത്ത് ആ പേരെടുത്ത് പറയുന്നുണ്ട്. പല ആൾക്കാരുണ്ട്, ഹിന്ദി വീഡിയോ ചെയ്യുന്ന ആൾക്കാർ. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ മുകേഷ് കുമാർ, ഒരുപാട് പേര് സ്വതന്ത്രമായി മാധ്യമം നടത്തുന്ന ചെറിയൊരു ക്യാമറ വെച്ച് അവരുടെ പരിമിതമായ സാഹചര്യത്തിനകത്ത് ഒരു വൻകിട മൂലധനമൊന്നും ഇല്ലാതെ നടത്തുന്നത്. പക്ഷേ അവ വലിയൊരു സബ്സ്ക്രൈബർ ബേസ് അത് കാണിക്കുന്നുണ്ട്. വെച്ചാൽ അവർക്ക് ലഭിക്കുന്ന സബ്സ്ക്രൈബർ ബേസ് സത്യവും നീതിയും വസ്തുതാപരമായിട്ടുള്ള മാധ്യമപ്രവർത്തനത്തിനും അതിൻ്റെ അഭിപ്രായ പ്രകടനത്തിനും വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് കാണിക്കുന്നത്. നമ്മുടെ ചാനലുകളൊക്കെ എന്താ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ നമ്മുടെ ഹിന്ദി ഭാഷ ചാനലുകളും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ചാനലുകളൊക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റ് സങ്കല്പമായി തേർഡ് എസ്റ്റേറ്റിൻ്റെയോ സെക്കൻഡ് എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ്. സെക്കൻഡ് എസ്റ്റേറ്റിൻ്റെ അഡ്ജങ്ക്റ്റ് ആയിട്ട്, അത് എക്സിക്യൂട്ടീവിൻ്റെ അഡ്ജങ്ക്റ്റ് ആയിട്ട് ഗവൺമെൻറ് അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം മാധ്യമങ്ങൾ. അത് മാത്രമല്ല, ഗവൺമെൻറ് അഭിപ്രായങ്ങളുടെ PR വർക്ക് മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ട് വിദ്വേഷം പ്രചരിപ്പിക്കുക, അതിൻ്റെ ഭാഗത്തായിട്ട് വളരെ തോതിലുള്ള വിഷയം കണ്ടെത്തി വിദ്വേഷം പ്രചരിപ്പിക്കുക എന്നിങ്ങനെ ഒരു സംഭവം എടുത്തുകൊണ്ട് അതിനെ പരമാവധി തരത്തിലുള്ള എന്താ വൈകാരികമായിട്ടുള്ള വിക്ഷോഭങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ. അപ്പോൾ ഇതൊരു അന്തരീക്ഷം, ഈ ഒരു ഹിസ്റ്റീരിക് നാഷണലിസത്തിനെ സൃഷ്ടിച്ചത് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളുടെ വലിയ റോളുണ്ട്. ആ മാധ്യമങ്ങളാണ് ഇത്രയും ഒരുപക്ഷെ 10 വർഷം ഈ ഇന്നത്തെ വലിയ തോതിൽ ഈ നമ്മുടെ ഡിസ്കോഴ്സിൽ നിർണ്ണയിച്ചതും നിയന്ത്രിച്ചിരുന്നത്. അല്ലാതെ ചാനലുണ്ടായിരുന്നു. ഇപ്പോൾ NDTV നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അല്ലാതെ വ്യത്യസ്ത നിധി റസ്താൻ്റെയൊക്കെ തന്നെ മറ്റേ ശ്രീവാസ്തവ് എന്താണ്, ഞാൻ പേര് മറന്നുപോയി, അദ്ദേഹം ഇപ്പോൾ ന്യൂസ് ലോണ്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ വരെ ഉണ്ടായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഇത് ഈ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു മാധ്യമം ഡിസ്കോഴ്സ്. ഇതിൽ മലയാള മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ധാരണ പല ആൾക്കാർക്കുണ്ട്, അല്ലാതാണ് എൻ്റെ അഭിപ്രായം. ഈ ഡിസ്കോഴ്സ് മലയാള മാധ്യമം പലതിലും ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പ്രാദേശിക അന്തരീക്ഷത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് സൂക്ഷിച്ച് വേണം അവതരിപ്പിക്കാൻ എന്നുള്ളതുകൊണ്ട് അത് കരുതലോടെ ചെയ്യുന്നുള്ളൂ മാത്രം. അപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, ഈ ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് വലിയ, പക്ഷേ ഇതിന് ബദലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ NDTV രാജിവെച്ചതിന് ശേഷമാണ് രവീഷ് കുമാർ ഈ ആരംഭിക്കുന്നത്. രവീഷ് കുമാറിന് ഡെത്ത് ത്രെറ്റ് ഉണ്ടായിരുന്നു, ധ്രുവ് രാത്തിക്ക് ഉണ്ടായിരുന്നു, പല ഇതുപോലുള്ള പ്രവർത്തകർക്കുണ്ട്. എന്നിട്ടും ആർജവത്തോടുകൂടി സത്യസന്ധമായ രീതിയിൽ വസ്തുതാടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ഇലക്ഷൻ വാർത്തകൾ അവതരിപ്പിക്കുന്നത്, അതും അത്യാവശ്യം ഹ്യൂമർ സെൻസോട് കൂടിയൊക്കെ തന്നെ അവതരിപ്പിക്കുന്ന വലിയ തോതിലുള്ള ഇതുണ്ടായി. അതാണ് ഈ ജനാധിപത്യം അവരോട് വലിയൊരു കടപ്പെട്ടിരിക്കുന്നത്. കാര്യം അവർ കൊണ്ടുവന്നൊരു വ്യൂവർഷിപ്പും അവർ കാഴ്ചപ്പാടും ധ്രുവ് രാത്തിയുടെയൊക്കെ തന്നെ നമ്മൾക്ക് വലിയ തോതിൽ ഇൻസ്പയറിംഗ് ആണ്. അവർ വലിയ എന്താ പറയുക മഹാശയങ്ങൾ അവതരിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല, പല തത്വചിന്താപരമായ ആശയങ്ങൾ അവതരിപ്പിക്കും. കാര്യം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ കഴിഞ്ഞ പല പുസ്തകങ്ങളും, ഇപ്പോൾ രാധാകുമാറിൻ്റെ പുതിയ പുസ്തകം, ഷാജ്മോഹൻ്റെ ദിവ്യയുടെ പുസ്തകം, അങ്ങനെ പലതരത്തിലുള്ള ഗൗരവമായിട്ടുള്ള ഹിന്ദുത്വ വിമർശന പുസ്തകങ്ങൾ സമീപകാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പുസ്തകത്തിൻ്റെ ചിന്താപദ്ധതിയൊന്നും അല്ല ഇവർ. ഇവർ കുറച്ചുകൂടി കോമൺ സെൻസിക്കലായിട്ട് സരളമായിട്ടാണ്. പക്ഷേ അതിൻ്റെ ഹ്യൂമറും ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്. പക്ഷെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത് വലുതാണ്. പക്ഷെ അപ്പോൾ നമ്മളതെനിക്ക് തോന്നുന്നു, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കേരളീയ മാധ്യമത്തിനൊരു മാതൃക നിങ്ങളത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വലിയൊരു ഒരു വ്യൂവർഷിപ്പ് ഉണ്ട്. അവർ കാത്തുക്കണം. അവർക്ക് ഈ മുഖ്യധാര മാധ്യമങ്ങളും മടുത്തു. അതിലെ നിരന്തരമായിട്ടുള്ള ഈ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇവർ നടത്തുന്ന TRPക്ക് വേണ്ടിയുള്ള പ്രഡിക്റ്റബിൾ ചർച്ച അവർക്ക് മടുത്തു. അവർക്ക് വേണ്ടത് ഇത്തരമൊരു പുതിയ ആശയങ്ങളും പുതിയ തരത്തിലുള്ള ചിന്തകളും പുതിയ പരിപ്രേക്ഷ്യങ്ങളും പുതിയ കാഴ്ചപ്പാടുകളും വസ്തുതപരമായ ചർച്ചകളാണ്. അതാണ് ഇവർ കൊണ്ടുവന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് വലിയ തോതിലുണ്ടെന്നുള്ള സംശയമില്ല. ആ ഇമ്പാക്റ്റ് ഇലക്ഷനിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞുള്ള ദുരാതിൻ്റെ വീഡിയോ തന്നെ നോക്കുക, എത്ര ആൾക്കാർ ഷെയർ ചെയ്തു.
അത് പല സ്ഥലങ്ങളിൽ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കാണിച്ചു എന്നുള്ള കഴിഞ്ഞ ദിവസത്തെ തിരുവനന്തപുരത്തിലെ അവസാനത്തെ വീഡിയോ അതിൽ പറയുന്നത്. അപ്പോൾ വലിയൊരു തോതിലുള്ള അത് ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല, അദ്ദേഹം ആ തിരുവനന്തപുരത്ത് സ്വന്തം നിലപാട് അവതരിപ്പിക്കുക, ഇതാണ് ആ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ്. അത് ജോർജ് സോറസിൻ്റെ കാശ് പണി, ഇതുപോലെ തന്നെ അവർ മാത്രമല്ല കേട്ടോ, ഇതുപോലെ ന്യൂസ് ലോണ്ടറി, ന്യൂസ് ടൈം, വയർ, സ്ക്രോൾ, ന്യൂസ് ക്ലിക്ക്, ഒട്ടനവധി മാധ്യമങ്ങൾ സ്വന്തം നിലപാടെടുക്കുന്നുണ്ട്. കാര്യം അവരൊക്കെ പക്ഷെ മറ്റേ ത്രെട്ട് നേരിടുന്നുണ്ട്. കാരണം ഡെമോക്രസിക്കകത്ത് അവർ എന്നിട്ടുണ്ട് അവർ നിലനിൽക്കുന്നു, പോരാടുന്നുള്ളത് നമുക്ക് വലിയൊരു പ്രചോദനം നൽകുന്നതാണ്. കേരളീയം പോലത്തെ പ്രചോദനം നൽകുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. 2025 RSSനെ സംബന്ധിച്ച് അവരുടെ സ്ഥാപനത്തിന് ശേഷമുള്ള 100 വർഷം പൂർത്തിയാവുന്ന സമയമാണ്. അപ്പോൾ 2019 തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്ന സമയത്തൊക്കെ അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 2025 ആവുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റും, അത്തരത്തിലുള്ളൊരു പ്രസ്താവനകളൊക്കെ അവർ ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ 2025 എന്ന് പറയുന്ന ആ ഒരു പീരീഡ് ഇപ്പോൾ ഈ റിസൾട്ട് മുതൽ അതുവരെയുള്ള ഒരു പീരീഡിനെ എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു സമയം ഉപയോഗിക്കുന്നത്? അതായത് BJP ഗവൺമെന്റ് അധികാരത്തിരിക്കുന്ന സമയത്ത് 2025 RSSന്റെ 100 വർഷം ആവുകയും അതൊരു വലിയ ആഘോഷമാവുകയും ഈ 2024 ആകുമ്പോഴേക്കാണ് സ്വാതന്ത്ര്യത്തിന്റെ ആ സമയമാകുമ്പോഴേക്കാണ് ഒരു ഹിന്ദു രാഷ്ട്രത്തിന് പൂർണ്ണ 2ാം റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. കാരണം ഭരണഘടന മാറ്റിയെഴുതുന്ന കുറിച്ചുള്ള ആലോചനകൾ, അതിനെക്കുറിച്ച് വിമർശനങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ RSS സംഘടന ശക്തമായിട്ടുണ്ട്. അവർക്ക് ഇടക്കാലത്ത് BJP നേതൃത്വമായിട്ട് വിയോജിപ്പുണ്ടായിരുന്നുള്ള വാർത്തകളൊന്നും എത്രമാത്രം സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്, നമുക്കറിയില്ല. അതുകൊണ്ട് അത് വിശ്വസിക്കേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ അതുണ്ടായിരിക്കാം, നമുക്കറിയില്ല. കാര്യം അവർ മുന്നിൽ വയ്ക്കുന്ന ഒരു പക്ഷേ നാഗ്പൂരിൽ നിന്നുള്ള അവർക്ക് സ്വന്തം MP ആയിരിക്കും അവർ BJP ലീഡർഷിപ്പിലേക്ക് കാണുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ അവരുടെ അകത്തുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു ആശയഗതിയാണ്. ആ ആശയഗതിയോട് നിങ്ങളുടെ പൊസിഷനാണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് പൊസിഷൻ എടുക്കുന്നുള്ളത്. നിങ്ങൾ ജനാധിപത്യത്തിലാണ് ആങ്കർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ജനാധിപത്യത്തിൽ നങ്കൂരമിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കും? ജനാധിപത്യത്തിൽ നങ്കൂരമിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അത് അപരവൽക്കരണത്തിനെതിരെ മതേതരത്വത്തിൻ്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാ അവകാശങ്ങൾ അടിവരയിട്ടുള്ളതാണ് ജനാധിപത്യത്തിൽ നമ്മൾ ആങ്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ആ നിലപാട് നോക്കുമ്പോൾ ഇവർ നമ്മൾ വ്യക്തിപരമായിട്ട് തർക്കങ്ങളൊന്നും വിഷയമല്ല. അത് എന്താണ് രാഷ്ട്രത്തെക്കുറിച്ച് സങ്കല്പം വെച്ചിട്ടുള്ളത്, റിപ്പബ്ലിക്കിനോട് എങ്ങനെ സമയമെടുക്കുന്നത് മാത്രമാണ് ഒരുപക്ഷെ ജനാധിപത്യത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുള്ളൂ. ആ നിലയിൽ ഈ ഇലക്ഷൻ ഒരുപക്ഷെ ഒരു തിരിച്ചടിയുണ്ട്, ഒരു സംശയമില്ല. അത്തരം ഒരു കാഴ്ചപ്പാടിന് കൂടെ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് കർഷക സമരമൊക്കെ വളരെ സജീവമായ സ്ഥലത്താണ് ഈ ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടായ ഒരു ഇത് അഖിലേഷ് യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും ക്യാമ്പയിൻ്റെ റിസൾട്ട് ആയിരുന്നു എന്ന് പറയുമ്പോഴും കർഷക സമരത്തിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള സമരം നടക്കുന്നുണ്ട്. അപ്പോൾ സാമൂഹ്യ നീതി രാഷ്ട്രീയം ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം വലിയ അടിച്ചമർത്തലിൻ്റെ ശ്രേണിബദ്ധമായ സാമൂഹിക ഘടന നിലനിൽക്കുന്നുണ്ട്. ഇല്ല നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ജാതീയമായ വേർതിരിവും ജാതീയമായിട്ടുള്ള പിന്നാക്കാവസ്ഥയും അപരിഹാരമായിട്ടുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഭരണഘടനയിലൂടെ ഏറെക്കുറെ ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. പക്ഷേ അതുകൊണ്ട് പോകുന്നത് പക്ഷേ അത് നിലനിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയം തന്നെയാണ് പ്രധാനമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പുരോഗമനാത്മകമായിട്ടുള്ള നമ്മൾ ഭാവിയെക്കുറിച്ച് കാണുന്ന സാമൂഹ്യ നീതിലഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ ക്ഷേമത്തിനധിഷ്ഠിതമായിട്ടുള്ള മുതലാളിത്തത്തിനോട് വിമർശനാത്മക നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ ഒരു ഡെമോക്രാറ്റിക് പാർട്ടികളുടെ ദാവയും മാറേണ്ടത്. കോൺഗ്രസ് അതിലേക്ക് എത്തി. അതാണ് കോൺഗ്രസ് ആ സാമൂഹിക രാഷ്ട്രീയം വളർത്തായി തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട. പുതിയ കോൺഗ്രസ് എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധി പ്രധാന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനാണ് അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. മുമ്പ് തന്നെ നമ്മളറിയാം, രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ തന്നെ രാഹുൽ ഗാന്ധി വയലൻസിനെ കുറിച്ച് പറഞ്ഞ സ്ട്രക്ചറൽ വയലൻസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത് മനസ്സിലാവാത്ത ആങ്കർ. കാര്യം അയാളുടെ വിവരക്കേടും അയാളുടെ ദൈഷ്ണിക ദാരിദ്ര്യം കൊണ്ട് സ്ട്രക്ചറൽ വയലൻസ് കുട്ടി കളിയാക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന പല കോമൺ സെൻസിക്കലായി ചിന്തിക്കുന്ന പല ആൾക്കാർക്ക് സ്ട്രക്ചറൽ വയലൻസ് കേട്ടുണ്ടാവില്ല. അപ്പോൾ അവരും പുച്ഛിക്കും. അതാണ് ഇദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി വളരെ നമ്മുടെ മുഖ്യമന്ത്രി പോലും ആ പേര് വിളിക്കുന്ന സ്ഥിതിയാണ്, കഷ്ടമാണ്. പക്ഷേ വളരെ ആലോചനയുള്ള പുതിയൊരു ഡിസ്കോഴ്സാണ് പറയുന്നത്. കാര്യം ഘടനാപരമായിട്ട് സമൂഹത്തിൻ്റെ ഘടനയ്ക്കകത്ത് എങ്ങനെയാണ് വയലൻസ് ഉണ്ടാവുമെന്ന് പറയുന്നത്. അതിനെ അപഹാസ്യമാക്കിയിട്ട് എന്തോ അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഉൾക്കാഴ്ച എന്ന അഭിപ്രായത്തെയാണ് ഞാൻ രാഹുൽ ഗാന്ധിയെ ശ്ലാഘിക്കുക അല്ലെങ്കിൽ പൊഴുത്തലോ അത്ര ഉൾക്കാഴ്ച എന്ന അഭിപ്രായങ്ങളാണ് വളരെ അപഹാസ്യമാക്കി വരുന്ന ചാനലുകൾ. അപ്പോൾ അത്ര ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ ഒരു വലദോഷവൽക്കരണം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിന് വലിയ തിരിച്ചടി ഏറ്റു എന്നുള്ളത്. അപ്പോൾ RSSന്റെ പക്ഷം ഇതുകൊണ്ട് RSSന്റെയോ സംഘ് പരിവാർ രാഷ്ട്രീയത്തിൻ്റെയോ BJPയുടെയോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പ്രഭാവം പോകുമെന്ന് പറയുന്നത് തെറ്റായിരിക്കും. അത് അങ്ങനെയുള്ള ആലോചനകൾ പലർക്കും ഉണ്ടാവുമെന്ന് എനിക്കല്ല, ആർക്കും ഉണ്ടാവാൻ വഴിയില്ല. കാര്യം ഹിന്ദുത്വ രാഷ്ട്രീയ ഐഡിയോളജിയാണ്, രാഷ്ട്രത്തെക്കുറിച്ച് സങ്കല്പമുണ്ട്. ആ സങ്കല്പം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ തന്നെയാണ് രാഷ്ട്രീയ സംഘം നിലനിൽക്കുന്നത്. അത് നിലനിൽക്കുന്നുള്ള കാരണം അവരതിനു വേണ്ടി പ്രവർത്തിക്കും.
അവർക്ക് എപ്പോഴാണോ അതിന് അധികാരം കിട്ടുന്നത് അത് നടപ്പാക്കുകയും ചെയ്യും. കാരണം അതൊരു പ്രത്യയ സംഘടന, പ്രത്യയശാസ്ത്ര ഇഷ്ടമായ എല്ലാ സംഘടനകളും അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ തന്നെ നിൽക്കുന്നത്. നിങ്ങൾ അതിനോട് യോജിക്കണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ എടുക്കുന്ന പൊസിഷൻ. യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലപാട് ജനാധിപത്യപരമായിട്ട് അതിനെ എതിർക്കുക തന്നെയാണ്. അതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് 2024 തെരഞ്ഞെടുപ്പ് വിധിയോടുകൂടി ഇതെല്ലാം ശുഭകരമായെന്നും ഗവൺമെൻറ് ഇനി BJP ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി എന്നുള്ള നിലപാടൊന്നും ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. കാര്യം ജനാധിപത്യത്തിൻ്റെ ഭാവി എന്താ തന്നെയാണ് നമ്മുടെ മുമ്പിലെ ക്വസ്റ്റ്യൻ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭരണഘടനാത്മക അവകാശങ്ങളോട് ജനാധിപത്യം, അതിനെന്താണ് ഹിതകരം അത് മാത്രമേ അംഗീകരിക്കാനുള്ള ബാധ്യത ജനാധിപത്യവാദികൾക്കുള്ളൂ.